പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരുക്കിയ ഈ ആത്മീയ ശുശ്രൂഷയുടെ 37ാമത്തെ ദിവസത്തേക്ക് അസാധാരണമായ വിധത്തിൽ ഈശോ കൈപിടിച്ച് നമ്മെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയോട് ചേർന്ന്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയോട് ചേർന്ന് ദൈവമക്കളെ ഒന്നിപ്പിച്ച വലിയ സ്നേഹത്തിന് നമുക്ക് പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ഇന്ന് നമ്മൾ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൃപയിലാണെന്ന് പറയുകയും കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുന്നവ അനേകരുണ്ട്. അവരെ ഓർത്ത് സ്വർഗത്തിൻ്റെ നെടുവീർപ്പിന് മക്കളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ്. ഈ പ്രാർത്ഥനയിലൂടെ അനേകം മക്കളെ കർത്താവ് തിരികെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധയമ്മ പറയുന്നുണ്ട്, മകളെ, സാത്താൻ ഏത് പ്രദേശം കൈ അടക്കിയാലും ശരി, ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയാൽ ആ മേഖല മുഴുവൻ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ തനിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. കോടിക്കണക്കിന് മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രദേശം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ ലേഖനം 12-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, 22, 23, 24 തിരുവചനം ഓർക്കാം. സിയോൺ മലയിലേക്കും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സവിധത്തിലേക്കുമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യജാതരുടെ സമൂഹത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പേര് തങ്കലിപിയിൽ കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. രക്ഷയുടെ പുസ്തകത്തിൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യജാതരുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, ആഗോള സഭയിലേക്ക് നമ്മൾ കടന്നു വന്നു. എഫേസ്യർ 1:22 പറയുന്നു, സഭ അവൻ്റെ ശരീരമാണ്. അതെ, ഭൗതിക ശരീരത്തിൻ്റെ അംഗമായി നമ്മൾ കടന്നു വന്നു. സഭയിലേക്കും പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക്. ആരാണത്? വിജയം വരിച്ച നീതിമാന്മാർ, മകുടം ചൂടിയ രക്തസാക്ഷികൾ. പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് നമുക്ക് ചുറ്റും വിശുദ്ധർ സന്തോഷിക്കുകയാണ്. മറിയം ത്രേസ്യാമ, അതുപോലെ തന്നെ അൽഫോൻസാമ, ചാവറ കുര്യാസ് പുണ്യാൻ, മിഖായേൽ മാലാഖ വൃന്ദങ്ങൾ എല്ലാം കേരളത്തിൽ ഇതുപോലൊരു ശുശ്രൂഷ ലോകത്തിന് വേണ്ടി നടക്കുമ്പോൾ കേരളത്തിലെ വിശുദ്ധർ ഇന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മക്കളെ. അതോടൊപ്പം തന്നെ സഭയിലേക്കും പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ സമൂഹത്തിലേക്കും എല്ലാവരുടെയും വിധികർത്താവായ ന്യായാധിപൻ്റെ പക്കലേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ സവിധത്തേക്കും ആബേലിനേക്കാൾ ശ്രേഷ്ഠമായത് വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് ഈ 5 ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോട് ചേർന്നുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സിയോൺ മലയിലേക്കും ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യ ദൂതന്മാരുടെ സവിധത്തിലേക്കുമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ സമൂഹത്തിലേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ സവിധത്തിലേക്കും ആബേലിന്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായത് തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഈ വലിയ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, 5 ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ഒഴുകട്ടെ. സ്വർഗം സന്തോഷിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. കൈയടിച്ചു പാടാം. നിറഞ്ഞു കവിയണമേ. ആത്മാവേ, കവിഞ്ഞൊഴുകണമേ. നമ്മളിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ.
കവിഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. തളർന്ന കൈകളെ ബലപ്പെടുത്തണം യേശുവേ. പരിശുദ്ധാത്മാവേ, തളർന്ന കൈകളെ കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തണമേ. ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി മാറ്റണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണ മഹിമയ്ക്കായി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി കർത്താവേ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകി ഉയർത്തണമേ. ഹല്ലേലൂയ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഒറ്റ വിളി വിളിച്ചേ. കരാതി 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 കരാതി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലേക്ക് കടന്നു വരട്ടെ, കടന്നു വരട്ടെ, കടന്നു വരട്ടെ, കടന്നു വരട്ടെ. കരാതി 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 കരാതി. യേശുവേ. കരാതി 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 കരാതി. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ എല്ലാ മക്കളുടെ മേൽ പറന്നിറങ്ങട്ടെ. ആഗതനാകണമേ. മാലിന്യങ്ങളൊക്കെ അകറ്റി വിശുദ്ധി കൊണ്ട് നിറയട്ടെ യേശുവേ. എല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. വിശ്വാസത്തിന്റെ വരം കൊണ്ട് നിറയട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറയട്ടെ, നിറയട്ടെ. കവിയണമേ. എല്ലാ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ. ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 അമ്മേ, മാതാവേ, പരിശുദ്ധ അമ്മേ, കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേക യോഗ്യതകളാൽ ഭൂമി കേട്ട ആദ്യത്തെ തിരുവചനമാണല്ലോ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. പിതാവായ ദൈവത്തിൻ്റെ സ്വരം, ത്രിത്വത്തിൻ്റെ സ്വരം ഞങ്ങളത് ഏറ്റു പറയുമ്പോൾ ത്രിത്വം സന്തോഷിക്കുകയാണല്ലോ. അമ്മ പറഞ്ഞു, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്ന മോനെ, നീ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ആത്മാവിനെ അഭിഷേകമായി തരണമേ. അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നീട്ടി വിളിച്ച്, പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരുക്കിയ ദിവസമാണ്. നമുക്കൊത്തിരി സന്തോഷത്തോടു കൂടി, ഒത്തിരി സ്നേഹത്തോടു കൂടി വചനത്തിന് നമ്മുടെ ഹൃദയത്തെയും കാതുകളെയും തുറക്കാം. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 31, 32, 33 വചനം പറയുന്നുണ്ട്. ശ്രവിക്കുവാനായിട്ടുള്ള ചെവികളും അനുസരിക്കുന്ന ഹൃദയവും ഞാൻ അവർക്ക് കൊടുക്കും. ദുശാഠ്യത്തിൽ നിന്നും ദുഷ്തഴക്കങ്ങളിൽ നിന്നും ഞാൻ അവരെ പിന്തിരിപ്പിക്കും. ഈ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഹൃദയവും നമ്മുടെ കാതുകളും നമുക്ക് വചനത്തിന് വേണ്ടിയിട്ട് തുറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എത്രയോ പ്രാവശ്യം കേട്ട ഒരു വചനമാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത്, വഴിയായി തീർന്നവൻ വരുന്ന വഴി ഏത്? വഴിയായി തീർന്നവൻ വന്ന് വസിക്കുന്ന സ്ഥലം എവിടെ?
അതിനെക്കുറിച്ചൊരു ആഴത്തിലൊരു ബോധ്യം അതുണ്ടാകാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം വചനത്തിലേക്ക് കടന്നു വരാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് വചനം അഥവാ വിശ്വാസം അഥവാ വഴിയായി തീർന്നവൻ വരേണ്ട വഴി ഒന്ന് ബുദ്ധിയുടെ തലത്തിലാണ്, 2 ഹൃദയത്തിൻ്റെ ചിന്തയുടെ തലത്തിൽ, അവിടെ ഫ്രീ വിൽ സ്വാതന്ത്ര്യമൊക്കെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. 3 ഹൃദയത്തിൽ. വഴിയായി തീർന്നവൻ്റെ വഴി തീരുന്നത് ബുദ്ധിയിലല്ല, ചിന്തയിലല്ല, ഹൃദയത്തിലാണ് എന്നുള്ള ഒരു ബോധ്യം ആഴമായിട്ട് നമുക്കുണ്ടാകട്ടെ. അതിനുതകുന്ന ഒരു തിരുവചന ഭാഗം പ്രഭാഷകൻ 37:17-18 വചനം. അത് ഞാൻ ഒരിക്കൽ വിവരിച്ചതാണെങ്കിലും പെട്ടെന്ന് ഒന്ന് ഓർത്തു പോകുകയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നി നിൽക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. അപ്പോൾ ചിന്ത എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. വൃക്ഷത്തിൽ ഇതാ ഫലങ്ങൾ ഉണ്ടാകും. നന്മയുടെ ഫലങ്ങളും കഴിക്കും, തിന്മയുടെ ഫലങ്ങളും കഴിക്കും. അതാണ് ചിന്ത എന്ന വൃക്ഷത്തിൻ്റെ, അതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രഭാഷകൻ 15 പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ അതിന് കൽപ്പന പാലിക്കാൻ പറ്റും. 20 പറയുന്നു, 15-20 പറയുന്നു, പാപം ചെയ്യുവാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഫ്രീ വിൽ ഉപയോഗിച്ച്, ചിന്ത ഉപയോഗിച്ച് തിന്മയുടെ ഫലങ്ങൾ കഴിക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഒരു 13 തരം ശാഖകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇവ 13 തരം ശാഖകളാണ് ആ വൃക്ഷത്തിലുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന സ്നാപക യോഹന്നാൻ യോർദാൻ നദിയുടെ കരയിൽ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, വഴിയൊരുക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. 2 വാക്കുകളാണ് വിളിച്ചു പറഞ്ഞത്: വഴിയൊരുക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. 3ാമത് പറഞ്ഞു, വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, യോർദാൻ കരയിലുള്ള ഏതോ ഒരു മരത്തിൻ്റെ മൂട്ടിന് കോടാലി വെച്ചതാണോ? അല്ല. മനുഷ്യ, നിൻ്റെ ഉള്ളിലെ ചിന്തയാകുന്ന വൃക്ഷം, ആ വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിച്ച് 13ഉം 130ഉം ശാഖകളായി വീശി നിന്റെ ബുദ്ധിയിൽ വ്യാപരിച്ച് രക്ഷകന് വഴിയൊരുക്കുന്നത് തടഞ്ഞാൽ അത് നീ തന്നെ അതിൻ്റെ വേരിന് കോടാലി വയ്ക്കണം. എന്നിട്ട് അത് വെട്ടണം. വെട്ടിയിട്ട് എന്ത് ചെയ്യണം? ഫലം തരാത്ത വൃക്ഷമെല്ലാം തീയിൽ എറിയപ്പെടും. എന്താണ് തീ എന്ന് പറയുന്നത്? തീ എന്ന് പറയുന്നത് അനുതാപത്തിന്റെ അഗ്നിയാണ്. ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ അഗ്നിയാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹ ജ്വാലയുടെ അഗ്നിയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് ഹൃദയ പരിച്ഛേദനം? ഹൃദയം നുറുങ്ങുക, മാനസാന്തരപ്പെടുക, അതുപോലെ തന്നെ നല്ല തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് നീ നിൻ്റെ ചിന്തയുടെ ആ വൃക്ഷത്തിൽ ചീത്ത ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ, അത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ദുഷ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, കൊലപാതകം ഇതുപോലുള്ള തിന്മകളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ശാഖകൾ വെട്ടി ഒരുക്കാനല്ല പറയുന്നത്. ഇന്ന് പലരും ശാഖകൾ വെട്ടി ഒരുക്കി തമ്പുരാന് ബുദ്ധിയിൽ വിശ്വാസം കൊടുക്കുകയാണ്. ബുദ്ധിയിലാണ് ആ വിശ്വാസത്തിന് ഇരിപ്പിടമെന്ന് ചിന്തിക്കുകയാണ്. അല്ല, വഴിയായി വന്നവൻ്റെ വഴി തീരേണ്ടത് അത് ഹൃദയത്തിലാണ്. അതിന് നിൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ടുള്ള ചിന്തയുടെ ആ വൃക്ഷത്തിൻ്റെ വേര് വെട്ടണം. അതാണ് ഹൃദയ പരിച്ഛേദനം അഥവാ ഹൃദയം നുറുങ്ങുക എന്ന് പറയുന്നത്. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ 20:47 ഒരു തിരുവചനമുണ്ട്. ഞാൻ നിന്നിൽ തീ കൊളുത്തും. എന്താണ് തീ എന്നറിയാമോ? അനുതാപത്തിൻ്റെ തീ. ഞാൻ നിന്നിൽ തീ കൊളുത്തും, അത് നിന്നിലെ പച്ചയും ഉണങ്ങിയതുമായ എല്ലാ മരങ്ങളെയും ദഹിപ്പിക്കും. തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും കത്തിച്ചാമ്പലായിത്തീരും. എന്താണ് ഈ ഉണങ്ങിയ മരമെന്ന് പറയുന്നത്? മോനെ, മോളെ, ഞാനും നിങ്ങളും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ ആസക്തി നമ്മുടെ മനസ്സിലുണ്ട്.
നമ്മുടെ ചിന്തയിലുണ്ട്, ബുദ്ധിയിലുണ്ട്. അതാണ് ഇൻക്ലിനേഷൻ ടുവേഴ്സ് സിൻ എന്ന് പറയുന്നത്. ഇതാണ് ഉണങ്ങിയ മരം എന്ന് പറയുന്നത്. പച്ചമരം എന്താണ്? നീ ഇപ്പോൾ നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദുരാശ, ദുഷ്ടത, ഇങ്ങനെയുള്ള എല്ലാ തിന്മകളും പുറപ്പെടുവിച്ചുകൊണ്ട് ആ ശാഖകളും ഉപശാഖകളുമായിട്ട് നിൽക്കുന്ന ആ ചിന്തയുടെ വൃക്ഷത്തിൻ്റെ വേര് നീ വെട്ടിയിട്ട് എവിടെ ചെയ്യണം? അഗ്നിയിൽ എറിയണം. എവിടെ? ആ അനുതാപത്തിൻ്റെ അഗ്നിയിൽ. അതെ, അതാണ് യെസക്കിയേൽ 20:47 പറയുന്നത്, ഞാൻ നിന്നിൽ തീ കൊളുത്തും, അത് നിന്നിലെ പച്ചയും ഉണങ്ങിയതുമായ എല്ലാ മരങ്ങളെയും ദഹിപ്പിക്കും, തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും കത്തിച്ചാമ്പലായിത്തീരും, ഞാനാണ് കത്തിച്ചതെന്ന് അപ്പോൾ നീ അറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്കിത് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അസാധ്യമെന്ന് പറയരുതേ. കാരണം എഫേസോസ് 2:6 അതിന് മറുപടിയുണ്ട് വചനത്തിൽ. നിനക്കിത് സാധിക്കും മോനെ. കാരണം യേശു ക്രിസ്തുവിനോടുകൂടി അവിടുന്ന് നമ്മെയും ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം നമ്മെ ഇരുത്തുകയും ചെയ്തു. ഒന്നുകൂടെ വായിച്ച്, യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെയും ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടി ഇരുത്തുകയും ചെയ്തു. നമ്മുടെ ഉയർപ്പ് കഴിഞ്ഞു. നമ്മുടെ രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ രക്ഷ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് കൈനീട്ടി ഒന്ന് മേടിച്ചാൽ മതി. കൈനീട്ടി ഒന്ന് മേടിച്ചാൽ മതി മോനെ. ആ തമ്പുരാൻ്റെ കൈ നിരസിക്കരുത്. നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഹെബ്ര 10:29 പറയുന്നുണ്ട്, ദൈവപുത്രനെ പുച്ഛിക്കുകയും നിന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അപമാനിക്കുകയും അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ നിരസിക്കുകയും ചെയ്താൽ, ദൈവമേ, അത് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ആ പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതാ മകനെ, നിനക്ക് സാധിക്കും. ഇത് ദൈവരാജ്യം നിന്റെ അടുത്ത് തന്നെയുണ്ട്. ലൂക്ക 17:21 പറയുന്നത്, അത് നിങ്ങളുടെ മധ്യേ ഉണ്ട്. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മ പറയുന്നതാണ്, മക്കളെ, ദൈവരാജ്യത്തിലേക്കൊന്ന് പ്രവേശിക്കുക. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ആ വൃക്ഷത്തിൻ്റെ വേരൊന്ന് വെട്ടിയാൽ മതി. രക്ഷ നിങ്ങൾക്ക് കരസ്ഥമാണ്, നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങളത് വാങ്ങുമെന്ന്. ഞാനിത് സഹായിക്കാം. അമ്മ പറയുകയാണ്, അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹല്ലേലൂയാ. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഒന്ന് ഹല്ലേലൂയാ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കർത്താവ് പാടുപീഡകൾ സഹിച്ച് ആ രക്ഷ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കിരീടം കൂടെ നമ്മുടെ ശിരസിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് 3:11 പറയുന്നുണ്ട്, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ നിന്റെ അവകാശം നീ കാത്തു സൂക്ഷിക്കുക. അതാണ് രക്ഷയുടെ കിരീടം നിന്നെ ധരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ സന്തോഷ് ബ്രദർ ആ 39 യുവാക്കന്മാരുടെ കിരീടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ആത്മരക്ഷയെക്കുറിച്ചുള്ള ആ യുവജനങ്ങളുടെ ദാഹം ഈ കാലഘട്ടത്തിൽ അതാണ് മക്കളെ ആവശ്യമായിട്ട് വരേണ്ടത്. ആ കിരീടം. ഇനി സാത്താൻ എന്താ ചെയ്യുന്നറിയാമോ? സാത്താൻ നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കിരീടം കവർന്നെടുക്കും. ഒരു കപ്പ് പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഏസാവ് വിറ്റതുപോലെ നമ്മൾ നിസാര ലൈംഗിക സന്തോഷത്തിന് വേണ്ടി ഇതങ്ങ് വിൽക്കും സാത്താൻ. അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? നേരെ കർത്താവിൻ്റെ അടുക്കലും മാതാവിൻ്റെ അടുക്കലും എന്ന് പറയും, ഇതേ നിൻ്റെ മക്കളുടെ കിരീടമൊക്കെ എൻ്റെ കയ്യിലാണ്, അവൻ്റെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലാണ്. അതിനെക്കുറിച്ച് 2001 ഡിസംബർ 8 അമ്മ നൽകിയ സന്ദേശത്തിൽ ചങ്ക് പൊട്ടിയ ഒരു സന്ദേശം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവിക തീഷ്ണതയും വിശുദ്ധിയുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളുടെ ആത്മാക്കളാണ് എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും സമ്പത്ത്. ദൈവിക തീഷ്ണതയും വിശുദ്ധിയുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളാണ് എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും സമ്പത്ത്. എന്നാൽ ഞങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ശത്രുവായ സാത്താൻ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളെ കളിയാക്കാൻ പോലും ധൈര്യപ്പെടുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സാത്താൻ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സാധ്യതയുള്ള ആ കിരീടം എടുത്തുകൊണ്ട് പോയിട്ട്
അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മക്കളുടെ കിരീടം എൻ്റെ കയ്യിലാണ്, കാരണം സാത്താൻ്റെ സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തീരുമാനമുണ്ടാകണം. ഇനി ഒരു നിസാര കാര്യത്തിന് പോലും ഈ കിരീടം സാത്താന് കൊടുക്കില്ല എന്ന് നമുക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാളും ചില്ലകൾ കോതി കർത്താവിന് വഴിയൊരുക്കിയെങ്കിൽ ഹൃദയം മുറിച്ചുകൊണ്ട് ഒരു കർത്താവിന് വഴിയൊരുക്കണം. ആ വഴിയൊരുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെ എസെക്കിയേലിൽ നമ്മൾ വായിക്കുന്നത് പോലെ അസ്ഥികളുടെ താഴ്വരയിൽ ചുരുണ്ട് ഉണങ്ങിക്കിടക്കുന്ന അവർ ശക്തി പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വിളിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നിത്യരക്ഷയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇനിയും സാത്താന് എൻ്റെ കിരീടം ഞാൻ കൊടുക്കില്ല എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും ചങ്കിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കട്ടെ. സ്വർഗം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ജെറമിയ 13:23 വചനമുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: എത്യോപ്യക്കാരൻ അവൻ്റെ തൊലിയോ പുള്ളിപ്പൊലിക്ക് അവൻ്റെ പുള്ളിയോ മാറ്റാൻ സാധിക്കുമോ? എത്യോപ്യക്കാരൻ എന്ന് പറഞ്ഞാൽ കറുത്തവനാണ്. അവൻ തീരുമാനിക്കുകയാണ് നാളെ ഒന്ന് വെളുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. പുള്ളിപ്പൊലി തീരുമാനിക്കുക, എന്നാലേ എൻ്റെ പുള്ളി ഒന്ന് കളഞ്ഞേക്കാമെന്ന് കരുതി കല്ലിലിട്ട് ഒരച്ചാലോ നടക്കുകയില്ല. രണ്ടും അസാധ്യമാണ്. എന്നാൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയാ. തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കും. മകനെ, അത്രമാത്രം നിന്റെ അടുക്കൽ ഈ മാനസാന്തരത്തിൻ്റെ കൃപയുമായിട്ട് തമ്പുരാൻ കണ്ണീരോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇനിയെങ്കിലും വചനം കേട്ട് കർത്താവിലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിയിൽ വഴിയായി തീർന്നവന് വഴിയൊരുക്കി, ചിന്തയിൽ വഴിയൊരുക്കി. അവിടെ ചിന്തയുടെ ശാഖകളിൽ ചീത്തഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ അത് വേരോടെ വെട്ടി, അതാണ് ആ വാക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ ചില്ലകൾ കോതിയല്ല. വേരോടെ വെട്ടി, ഹൃദയ പരിച്ഛേദനം, ഹൃദയം നുറുങ്ങുന്ന ആ മനസ്താപം, അതാണ് വേരോടെ വെട്ടുക. മുറിവെന്ന് പറയുന്നത്, ആത്മീയ മുറിവെന്ന് പറയുന്നത് അതാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, വിശ്വാസം തലയിൽ മാത്രമല്ല ഹൃദയത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് വിശ്വാസം, പ്രവൃത്തികൾ കൂടാനുള്ള വിശ്വാസം ചത്തതാണെന്ന് പറയുന്നത്. അങ്ങനെ നീ ഹൃദയത്തിലേക്കൊരു വഴി ഒരുക്കിയാൽ നിന്റെ ഉള്ളിലൂടെ ഒരു രാജവീതി, വിശുദ്ധ വീതി ഉണ്ടാകുമെന്ന് യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. വചനം എല്ലാവരും ഒന്ന് വായിച്ചേ. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും, വിശുദ്ധ വീതി എന്നത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലെ കടക്കുകയില്ല. ഒന്നുകൂടെ വായിച്ചേ. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും. എവിടെയാ മക്കളെ? ഇസ്രായേലിലോ ജെറുസലേമിലോ ഒന്നുമല്ല. പിന്നെയോ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ. എപ്പോഴ്? വഴിയായി തീർന്നവന് വഴിയായി ബുദ്ധി കൊടുക്കുമ്പോൾ, വഴിയായി ചിന്ത കൊടുക്കുമ്പോൾ, വഴിയായി ഹൃദയം കൊടുക്കുമ്പോൾ അവിടെ ഒരു രാജവീതി ഉണ്ടാകും. ആ വീതിയുടെ പേരാണ് വിശുദ്ധിയുടെ വീതി എന്ന് പറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കും ഇത്. ഇതാ എസെക്കിയേൽ 36:23 ഒരു വചനമുണ്ട്. നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ നിന്നിലൂടെ തെളിയിക്കും. ഐ വിൽ പ്രൂവ് മൈ ഹോളിനെസ് ത്രൂ യു. ഓരോ മകനെ നോക്കി പറയാണ്, നീ എത്രമാത്രം തകർന്നവനാകട്ടെ, എത്രമാത്രം പാപിയാകട്ടെ, എത്രമാത്രം ദൈവത്തെ ധിക്കരിച്ച വ്യക്തിയാകട്ടെ, നീ പത്രോസിനേക്കാളിലും കൂടുതലൊന്നും ദൈവത്തെ ധിക്കരിച്ചിട്ടില്ലല്ലോ. തൊട്ടുകൂടെ നടന്നവനെ തള്ളിപ്പറഞ്ഞതുപോലെ നീ അതിനേക്കാളിലും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മോനെ, നിരാശപ്പെടേണ്ട. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തകർന്നു പോയല്ലോ, എൻ്റെ യൗവനകാലം മുഴുവൻ തകർന്നു പോയല്ലോ, ഞാൻ ചെളിക്കുണ്ടിലാണല്ലോ. വേണ്ട മോനെ, നീ ഒന്ന് അനുതപിച്ചാൽ, നിന്റെ ആ വൃക്ഷത്തിൻ്റെ വേരൊന്ന് വെട്ടിയാൽ, അതാണ് ഹൃദയ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ. ഈ നിമിഷം തമ്പുരാനേന്ന് ചങ്കത്തടിച്ച് വിളിച്ചിട്ട് നീ ഒരു കുമ്പസാര വേദിയിലേക്ക്, പാമോചന വേദിയിലേക്ക് ചെന്നിട്ട് അതൊന്ന് ഏറ്റു പറഞ്ഞാൽ, ആ നിമിഷം സാത്താൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആത്മാവിനെ പരിശുദ്ധാത്മാവ് റാഞ്ചിയെടുക്കുകയാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ. എന്നിട്ട് നിന്നിലൂടെ ഒരു വിശുദ്ധ വീതി ഒരുക്കിയാൽ, നിങ്ങൾ അശുദ്ധമാക്കി എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ നിങ്ങളിലൂടെ തെളിയിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. ഐ വിൽ പ്രൂവ് മൈ ഹോളിനെസ് ത്രൂ യു.
മോനെ നിനക്ക് പ്രതീക്ഷയുണ്ട്, നിനക്ക് പ്രതീക്ഷയുണ്ട്. നീ കരയണ്ട. നീ എന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സ്നേഹം, നിങ്ങളിൽ അനുതാപം നിങ്ങളിൽ ഉണ്ടാകുകയും അതുപോലെ തന്നെ ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ മോനെ നിനക്ക് രക്ഷയുണ്ട്. ഇതാണ് ഈ രാവിൽ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്ന ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത് നീ എടുക്കുന്ന തീരുമാനം, ഒരു കാരണവശാലും ഈ കിരീടം ഇനി നഷ്ടപ്പെടുത്തി കളയരുത്. പല പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. വേണ്ട, കർത്താവ് പറയാണ്, കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളൊന്നും നീ ഓർക്കണ്ട, നീ നിരാശപ്പെടേണ്ട, ദുഃഖിക്കണ്ട. ഐ വിൽ പ്രൂവ് മൈ ഹോളിനെസ് ത്രൂ യു. അതെ, കരുണയുടെ ആ വലിയ സ്വരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറയട്ടെ. വഴിയായി തീർന്നവന് അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ വഴിയൊരുക്കിയാൽ, ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ, ഹൃദയത്തിലൂടെ, അതാണ് വിശുദ്ധിയുടെ വീതി എന്ന് പറയും. വഴിയൊരുക്കിയാൽ ആ വഴിയായി വന്നവൻ നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ നിനക്കുണ്ടാകും. നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നിറയും. വിശുദ്ധി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ അവന് വേണ്ടി വഴിയൊരുക്കിയോ, ആ വഴിയൊരുക്കിയവൻ നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ അടഞ്ഞ വഴികൾ അവൻ തുറക്കും. ഹല്ലേലൂയാ. അവന്റെ മഹത്വത്തിന്റെ വിശുദ്ധിയുടെ ശക്തി കൊണ്ട് ആ അടഞ്ഞ വഴികൾ, ഇന്നലെ വരെ നിനക്ക് വേണ്ടി നീ തന്നെ അടച്ച വഴികളുണ്ട്. നിന്റെ പാപത്തിന്റെ ഫലമായി സാത്താൻ കല്ലുകൾ കൊണ്ടടച്ച വഴികളുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളമാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ തമ്പുരാൻ നിന്റെ ഉള്ളിൽ വന്നിരുന്നാൽ, അത് നീ ഇന്നലെ വരെ നീ ബുദ്ധിയിലാണ്, നീ ചിന്തയുടെ വേര് പടത്തില്ല, നീ ചിന്തയുടെ കമ്പുകളെ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീ ബുദ്ധിയും നിന്റെ ചിന്തയും കൊടുത്താൽ, ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, ഉറപ്പ് ഞാൻ പറയുന്നു, അടഞ്ഞ വാതിലുകൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും. 3 പ്രാവശ്യം കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, സുഗന്ധാഭിഷേകവും പരിശുദ്ധിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഞ്ചിക്കോട് റാണിക്ക് 1996 നവംബർ 2-ാം തീയതി വേളാക്കണ്ണി വെച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധയമ്മ നേരിട്ടിറങ്ങി വന്ന് ഒരു ജപമാല കൊടുക്കുകയുണ്ടായി. സുഗന്ധാഭിഷേകമുള്ളൊരു ജപമാല. അതുമായി ആ മകൾ ഭവനത്തിലെത്തി, വീടൊക്കെ വെഞ്ചരിച്ച്, അതവിടെ ആ വികാരിച്ചനെ കൊണ്ട് വെഞ്ചരിപ്പിച്ച് ആ ജപമാല അവിടെ പ്രതിഷ്ഠിച്ചു. ആ ജപമാലയിൽ നിന്ന് 1 കിലോമീറ്റർ അകലേക്ക് സുഗന്ധം ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയാ. അങ്ങനെയാണ് ചുറ്റുപാടുമുള്ള ആൾക്കാർ അറിഞ്ഞു കേട്ട ഭവനത്തിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം, പിന്നീട് എന്തുമാത്രം അടയാളങ്ങളാണ് ഉണ്ടായത്, എന്തുമാത്രം ജനങ്ങൾക്കാണ്, അവിടെ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക്. അതുപോലെ തന്നെ മരിയൻ ധ്യാനങ്ങളിലൂടെ പങ്കെടുത്തപ്പോൾ അവിടെ പങ്കെടുത്തവർ അത്രമാത്രം ആയിരങ്ങൾക്കാണ് ജപമാലയിലൂടെ ആ സുഗന്ധം. അവൻ പ്രാർത്ഥിക്കുന്ന ജപമാല റാണിയുടെ കയ്യിലേക്കൊന്ന് കൊടുത്താൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സുഗന്ധ അഭിഷേകം നിറയുമായിരുന്നു. 96 മുതൽ ഏതാണ്ട് 7 വർഷത്തേന് ആ കൃപയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും 5 ഭൂഖണ്ഡങ്ങളിലിരുന്ന് ആ ഓർമ്മ അയവിറക്കുന്നുണ്ട്, അന്ന് മരിയൻ ധ്യാനത്തിൽ കിട്ടിയ സുഗന്ധാഭിഷേക അനുഭവം. പ്രിയപ്പെട്ടവരെ, മരിയൻ അപ്രീഷൻ ഒന്ന് പഠിക്കുകയാണ് എങ്കിൽ 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിനാണ് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ജപമാല കൊടുത്തത്. പിന്നെ ആർക്കും ചരിത്രത്തിൽ കൊടുത്തിട്ടില്ല. ഫാത്തിമയിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് അമ്മ ജപമാല ചൊല്ലി, ലൂർദിൽ ബെർണറ്റിനോട് ചേർന്ന് ജപമാല ചൊല്ലി. അങ്ങനെ പല അപ്രീഷനിലും ചൊല്ലിയെങ്കിലും ജപമാല സമ്മാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടതും കണ്ടതും കഞ്ചിക്കോടുള്ള റാണിക്ക് കൊടുത്ത ജപമാലയാണ്. അതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെയുള്ള എല്ലാ മേഖലകളിലും എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ജപമാല ഭക്തിക്കും അതോടൊപ്പം തന്നെ സുഗന്ധ അഭിഷേകം. ഞാൻ ഓർക്കുകയാണ്, ഈ സമയത്ത് അവിടെ ആരംഭിച്ച ശുശ്രൂഷ മരിയൻ ധ്യാനമായിട്ട് മാതാവ് ഉയർത്തി. നവംബർ 2 വരുമ്പോൾ പല അടയാളങ്ങൾ നൽകി വീണ്ടും ഉയർത്തി. എന്തുമാത്രം വൈദികർ, എന്തുമാത്രം സിസ്റ്റേഴ്സാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓർക്കുകയാണ്. പിന്നീട് അവിടെ കുർബാന ചെല്ലുവാനായിട്ടുള്ള ഒരു അനുവാദം പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനന്തോടത്ത് പിതാവ് നൽകി. ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി പിതാവിനെ ഓർക്കുകയാണ്.
ഞാൻ ആദ്യകാലങ്ങളിൽ മരിയൻ ധ്യാനം നടക്കുമ്പോൾ പിതാവ് വന്നിട്ട് ആമുഖ ടോക്ക് തരുമായിരുന്നു. എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന നവംബർ 2 ജപമാല കിട്ടിയതിൻ്റെ വാർഷികത്തിന് അവിടെ ദിവ്യകാരുണ്യ ആരാധനയും അതുപോലെ തന്നെ കുർബാനയും അർപ്പിക്കുവാൻ ധാരാളം വൈദികർ അവിടെ എത്തും. പ്രിയപ്പെട്ടവരെ, നവംബർ 2 തീയതി ആയിരുന്നു ഈ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പല രൂപതകളിൽ നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാളാകയാൽ നവംബർ 2 ശേഷം വരുന്ന ആദ്യ ശനി, ഇപ്പോൾ ആദ്യ ശനി ആണ് നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ആഘോഷം നവംബർ 6 തീയതിയാണ്. നവംബർ 6 തീയതി ശനിയാഴ്ചയാണ്. എങ്ങനെ ആകുമെന്നറിയത്തില്ല ഈ ലോക്ക്ഡൗണിൻ്റെ, എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജപമാല നൽകിയപ്പോൾ അമ്മ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പറഞ്ഞു. റാണി സന്ദേശങ്ങളിൽ അതെടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തുമാത്രം വിവിഡായിട്ടാണ് ആ ജപമാലയെക്കുറിച്ചുള്ള ജപമാല പ്രാർത്ഥന മുറക്കരുത്. കാരണം കുരിശിനാൽ കേന്ദ്രീകരമായ പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ രക്ഷാകര പദ്ധതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധയമ്മ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. വേറൊരു പ്രാർത്ഥനയ്ക്കും കുർബാന കഴിഞ്ഞാൽ വേറൊരു പ്രാർത്ഥനയ്ക്കും ആ വാഗ്ദാനം കിട്ടിയിട്ടില്ല. ജപമാല പ്രാർത്ഥനയ്ക്കാണ്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പരമപിതാവിന് സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന അത് അഭിഷേകമായി തീർന്നത്. ഹല്ലേലൂയാ. രണ്ടാമതായി വിശുദ്ധി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സുഗന്ധം കിട്ടിയല്ലോ, ഇതുകൊണ്ട് തൃപ്തിപ്പെടരുത്. നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുടെ ആ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. അതാണ് അമ്മ നൽകുന്ന വലിയൊരു സന്ദേശം. ജപമാല ഭക്തിയും ജീവിത വിശുദ്ധിയുമാണ് കഞ്ചിക്കോട് ശുശ്രൂഷയുടെ അടിസ്ഥാന ശില എന്ന് ഞാൻ പറയും. അതോടൊപ്പം തന്നെ കൗദാശിക ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടും ഹൃദയം നുറുങ്ങുന്ന പരിച്ഛേദനം, ചില്ല വെട്ടുന്നതല്ല, ഹൃദയം നുറുങ്ങുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനമെന്നും അതാണ് മാനസാന്തരമെന്നുള്ള ഒരു ശക്തമായ ഒരു ആഹ്വാനമാണ് നൽകുന്നത്. നമുക്ക് ജപമാലയും ഇന്ന് ആ ജപമാല അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ അടയാളങ്ങളുണ്ടായതാണ്. സുഗന്ധാഭിഷേക അനുഭവങ്ങൾ ധാരാളം ഉണ്ടായ ഒരു ജപമാലയാണ്. റാണിക്ക് തമ്പുരാൻ ഒരു കൃപ കൊടുത്തു. വലിയ ഓഡിയൻസ് 300-400 പേര് ധ്യാനിക്കുന്ന സമയത്ത് അവർക്ക് സുഗന്ധാഭിഷേകം. ഇനി ആർക്കെങ്കിലും സുഗന്ധാഭിഷേകം കിട്ടിയില്ലെങ്കിൽ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് സുഗന്ധാഭിഷേക അനുഭവം 2003 വരെ അടയാളമുണ്ട്. എന്നിട്ട് അമ്മ പറയുകയാണ്, ഈ അടയാളം ഞാൻ പിൻവലിക്കുകയാണ്. കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ നറുമണത്താൽ സ്വർഗം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥനാപൂർവം ആ ദൃശ്യം ഒന്ന് കാണാം. സുഗന്ധാഭിഷേക അനുഭവം ജപമാലയിലൂടെ നൽകുമ്പോൾ മാതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? മാതാവ് ഇപ്രകാരം സന്ദേശം നൽകുന്നു. ശുദ്ധത എന്ന പുണ്യത്തെ കോപാവേശത്തോടുകൂടി അപകരിച്ചു കൊണ്ടുപോകുന്നതിൽ സാത്താൻ കുറെ വിജയിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയ മക്കൾ, കുറ്റബോധത്തിൽ ജീവിക്കുന്നത് അവൻ്റെ സന്തോഷമാണ്. എന്നാൽ മക്കളെ, പാപസങ്കീർത്തനത്തിലൂടെ സന്തോഷം വീണ്ടെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം വഴി നിറവുള്ളവരാകുകയും ചെയ്യുക. സാത്താന്റെ രൂപവും പാപവും തന്ത്രങ്ങളും വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനം കൊടുക്കരുത്. വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. വീണ്ടും അമ്മ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുടെ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. വീണ്ടും അമ്മ പറയുന്നു, യേശുവിൻ്റെ പരിമളമായി, വിശുദ്ധിയുടെ പരിമളമായി നിങ്ങൾ മാറണം. അങ്ങനെ ഈ അശുദ്ധിയുടെ ദുർഗന്ധം പേറുന്ന ഈ ഭൂമി വിശുദ്ധിയുടെ പൂങ്കാവനമായി മാറും നിങ്ങളിലൂടെ. 2 കൊറിന്തോസ് 2:15 വചനം പ്രകാരം പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളമാണ്, ജീവനിൽ നിന്നും ജീവനിലേക്ക് ഒഴുകുന്ന സൗരഭ്യം. അങ്ങനെ വിശുദ്ധിയുടെ ഒരു മകനും മകളുമായി തീരുവാൻ അമ്മയുടെ സുഗന്ധാഭിഷേക അനുഭവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും വ്യക്തിപരമായിട്ട് സുഗന്ധാഭിഷേക അനുഭവങ്ങളുണ്ട്. അതിൽ തീരുന്നതല്ല. അതിൻ്റെ സന്ദേശം ഇതാണ്: വിശുദ്ധമായൊരു ജീവിതം നമ്മൾ നയിക്കണം, വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരനുഗ്രഹവും കിട്ടുകയില്ല. വഴിയായി തീർന്നവൻ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ
ആ വ്യക്തിയിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും കൃപ എന്നുള്ള ഒരു ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഞ്ചിക്കോട് മാതാവ് നൽകിയ സന്ദേശത്തിൽ കൃപയുടെ 3 മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, കൃപയിലാണെന്ന് പറയുകയും കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അശുദ്ധിയിലും വ്യക്തി മാഹാത്മ്യത്തിലും ആശ്രയിച്ച് കൃപകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പിടയുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3, നിങ്ങൾക്ക് ദാനമായി കിട്ടിയ കഴിവുകളെ നിങ്ങൾ കൃപകളാക്കി മാറ്റണം. ദാനമായി ലഭിച്ച കഴിവുകളെ നിങ്ങൾ കൃപകളാക്കി മാറ്റണം. സങ്കീർത്തനത്തിൽ 127 പ്രാവശ്യം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് കൃപ എന്ന വാക്കുകൊണ്ടാണ്. സങ്കീർത്തനത്തിൽ 127 പ്രാവശ്യം കൃപ എന്ന വാക്കുകൊണ്ടാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. 145 സങ്കീർത്തനം 8 വാക്യം ഉദാഹരണത്തിന്, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഇനി നിങ്ങൾ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതുപോലെ ഈ വാക്ക് വരും. അത് കർത്താവിനെ, ദൈവത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ആ കൃപ എന്ന വാക്ക്. ഹെബ്രായർ ലേഖനം 4 അധ്യായം 16 വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയോടുകൂടി നമുക്ക് അവൻ്റെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. എല്ലാവരും ആ ബോർഡിലൊന്ന് വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുവാനായി നമുക്ക് പ്രത്യാശയോടുകൂടി കൃപാവരത്തിൻ്റെ സിംഹാസനം. ആരാണ് ഈ കൃപാവരത്തിൻ്റെ സിംഹാസനം? അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:16 പറയുന്നു, നാം എല്ലാം അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ. കൃപയിൽ നിന്നാണ് കൃപ കിട്ടുന്നത്. അതാണ് കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത്. ആ കൃപ നാം അവനിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ കൃപ സ്വീകരിക്കണമെന്നെങ്കിൽ ഒരു ബഡ്ഡിങ്ങിനെ കുറിച്ച് ഉള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ബഡ് ചെയ്യപ്പെട്ടവരാണ്. റോമ 11:24 ഈ ബഡ്ഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കാട്ടൊലിവായിരുന്നു, വനത്തിലെ ഒലിവ് മരത്തിൽ നിന്നും കാട്ടൊലിവായ നിന്നെ മുറിച്ചെടുക്കപ്പെട്ടു, കൃഷി സ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിച്ചു ചേർക്കുകയും ചെയ്തു. എങ്ങനെ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ കൊളോസോസ് 1:12 മുതൽ തിരുവചനങ്ങൾ പറയുന്നു, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശം നമ്മെ യോഗ്യരാക്കിയ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ അവിടെ നമ്മളെ മോചിപ്പിക്കുകയും തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് അവിടെ നമ്മളെ ക്ഷണിക്കുകയും ചെയ്തു. അവനിലൂടെയാണല്ലോ പാപമോചനവും രക്ഷയും നമുക്ക് ലഭിച്ചിരിക്കുന്നത് സൗജന്യമായിട്ട്. ഈ ബഡ്ഡിങ്ങിലൂടെ ലഭിച്ച നേട്ടങ്ങളാണ്. അതുകൊണ്ടാണ് കുർബാന ക്രമത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അതെ, ബഡ് ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. ബഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തായ്തടിയോട് ചേർന്നെങ്കിൽ മാത്രമേ ശാഖകളിലേക്ക് ജീവരസം ഉണ്ടാകുകയുള്ളൂ. എങ്കിൽ മോനെ, നിന്നിലൊരു മുറിവ് സ്വീകരിക്കണം. അത് മറ്റുള്ളവർ നൽകുന്ന മുറിവല്ല നീ സ്വീകരിക്കേണ്ടത്. പിന്നെയോ, അതാണ് ഹൃദയ പരിച്ഛേദനത്തിൻ്റെ മുറിവ്. അതാണ് നിന്റെ ചിന്ത ആകുന്ന വൃക്ഷത്തിൽ ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ വേരറക്കുന്ന, അതാണ് മാനസാന്തരം, ഹൃദയ പരിച്ഛേദനം, ഹൃദയം കീറുക, അതുപോലെ ഹൃദയം നുറുങ്ങുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്ന ആ വിശ്വാസത്തിൻ്റെ മുറിവെന്ന് പറയുന്നത്. അങ്ങനെ മുറിവേറ്റവൻ്റെ മുറിവോട് ചേർത്ത് വെക്കുമ്പോൾ ആ മുറിവിൽ നിന്ന് കൃപ ഈ ശാഖകളിലേക്കൊഴുകും. അതാണ് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, മുറിച്ചവൻ എങ്ങനെ? ഹൃദയം നുറുങ്ങിയവൻ അവൻ്റെ മുറിവേറ്റവൻ്റെ മുറിവിനോട് ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടി ആ മുറിവിൻ്റെയോട് അവൻ്റെ മുറിവ് ചേർത്ത് വെക്കുമ്പോൾ ആ മുറിഞ്ഞവൻ്റെ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൻ്റെ പ്രവാഹം നിന്റെ ശാഖകളിലേക്ക് കടന്നു വരികയും അങ്ങനെ നീ ഒരു വിശുദ്ധ വസ്തുവായി തീരുകയും ചെയ്യും. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 5:44 ഒരു വചനമുണ്ട്. പരസ്പരം ബഹുമാനം സ്വീകരിക്കുകയും എന്നാൽ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം, അതേതാണ് ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം? അത് വിശുദ്ധിയുടെ മഹത്വമാണ്. അത് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലോ ചിന്തയിലോ കൊണ്ട് ഈ വിശ്വാസം കൊണ്ട് നിർത്തുന്ന ഒരുപിടി ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ ഒത്തിരി വേദനയോടുകൂടി പറയാം, കുറ്റപ്പെടുത്താൻ പറയുകയല്ല. മദ്യപിക്കുന്ന ദേവാലയ ശുശ്രൂഷകളില്ലേ, പുകവലിക്കുന്ന ദേവാലയ ശുശ്രൂഷയില്ലേ, അച്ഛനെ കുർബാനയ്ക്ക് കയറ്റി വിട്ടിട്ട് സങ്കീർത്തിയുടെ മുകളിലേക്കോ അല്ലെങ്കിൽ പള്ളിയുടെ പുറത്തോ പോയിട്ട് പുകവലിക്കുന്ന ശുശ്രൂഷകളില്ലേ, മദ്യപിച്ച് അൾത്താരെ കയറുന്നവരില്ലേ? ചെയ്യരുതേ മക്കളെ, ചെയ്യരുതേ മക്കളെ. അതെ, അതുപോലെ തന്നെ ട്രസ്റ്റിമാർ, എത്രയോ പള്ളികളിൽ ട്രസ്റ്റിമാർ മദ്യപാനികളാണ്. അച്ഛന്മാർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സങ്കടമാണ്. കാരണം 3 വർഷത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പള്ളിയിലെ ഒരൊറ്റ ശുശ്രൂഷയ്ക്ക് കൂടിയല്ല, ഓഫീസിലിരുന്ന് ഈ യൂദാസിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, യോഹന്നാൻ 5:44 പറയുകയാണ്, പരസ്പരമുള്ള ബഹുമാനം നീ സ്വീകരിക്കുകയും, അംഗീകാരം പ്രോത്സാഹനം വലിയ പുള്ളിയാണ്, കൊള്ളാം. എന്നാൽ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന ഈ മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന, അതെ, ഏക ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ മഹത്വമാണ്. വിശുദ്ധമായ പാത ഒരുക്കിയവൻ്റെ ഉള്ളിലേക്ക് ആ വിശുദ്ധനായവൻ കടന്നു വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സുഭാഷിതം 16:7 വചനമുണ്ട്, നമുക്ക് സുപരിചിതമായ വചനമാണ്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങും. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് വായിച്ചേ. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങും. ഏതാണ് വഴി? ഈശോയ്ക്ക് ഇഷ്ടമുള്ള വഴി ഏതാ? ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഇത് തന്നെയല്ലേ. ഈശോയ്ക്ക് ഇഷ്ടമുള്ള വഴി ബുദ്ധിയിലൂടെയുള്ള വഴി, ഹൃദയം പരിച്ഛേദനം ചെയ്തുള്ള വഴി, അതോടൊപ്പം തന്നെ ഹൃദയത്തിലേക്കുള്ള വഴി. അതാണ് ഒരുവൻ്റെ വഴി. ദൈവത്തിന് പ്രീതികരമായി, കർത്താവിന് പ്രീതികരമായ വഴി എന്ന് പറയുന്നത് അതാണ്. ആദ്യമായിട്ട് അവൻ്റെ ഉള്ളിലാണ്, ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് ആ വഴി തുറക്കേണ്ടത്. ചിന്തയിൽ, ബുദ്ധിയിൽ, ഹൃദയത്തിൽ. വഴിയായി വന്നവന് വേണ്ട വിധത്തിൽ വഴി ഒരുക്കി കഴിയുമ്പോൾ, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ, അങ്ങനെയുള്ളപ്പോൾ ആ വഴിയിലൂടെ പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ, ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അട്രിബ്യൂഷൻ എന്നാ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിൽ അത് മാത്രമാണ്. അതുകൊണ്ടാണല്ലേ കുർബാനയുടെ ആമുഖത്തിലെ പ്രാർത്ഥനയിൽ സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു, പരിശുദ്ധൻ. ദൈവത്തിൻ്റെ അട്രിബ്യൂഷൻ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് വിളിക്കേണ്ടത് ഇത് തന്നെയാണ്, പരിശുദ്ധൻ. അപ്പോൾ പരിശുദ്ധനായവന് കടന്നു വരാനുള്ള വഴി നീ ഒരുക്കിയാൽ, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീർന്നാൽ എന്ന് പറഞ്ഞാൽ ഒരുക്കേണ്ട വിധത്തിൽ, ശാഖ വെട്ടിയല്ല, കള്ളക്കരച്ചിൽ നടത്തിയുള്ളതല്ല, പിന്നെയോ ഹൃദയ പരിച്ഛേദനം നടത്തി നീ അത് സ്വീകരിച്ചാൽ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങും. ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു? എല്ലാവരും പറയും പിശാചാണെന്നല്ല, നമ്മുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വചനം പറയുന്നു, റോമാക്കാരുടെ ലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ ഇത് പറയുന്നുണ്ട്. റോമ 7:5 വചനം എല്ലാവരും ഒന്ന് വായിച്ചേ. നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ പിശാചിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരം തന്നെയാണ്. ശബ്ദം, സ്പർശനം, രൂപം, രസം, ഗന്ധം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ശരീരം നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തു ചെയ്യണം? ഇതിനെ ആത്മസംയമനം കൊണ്ട് നമുക്ക് നേടാം എങ്കിൽ നമുക്കതിനെ തരണം ചെയ്യാമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 4:10 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവൻ്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. അതെ, ആ ജീവൻ, അതായത് തായ്തടിയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ശരീരത്തിൻ്റെ മേലെ നിയന്ത്രണം എടുക്കാൻ സാധിക്കുകയുള്ളൂ. തായ്തടി യേശുവാണെന്നും അവൻ്റെ ജീവരസം എന്നിലേക്ക് ഒഴുകണമെന്നും അങ്ങനെ എൻ്റെ കഴിവുകളെ കൃപകളാക്കണമെന്നുള്ള ഒരു വലിയ ആത്മദാഹം, നിത്യരക്ഷയെക്കുറിച്ചുള്ളൊരു ആത്മദാഹമുള്ളവന് മാത്രമേ തായ്തടിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് എന്ത് ചെയ്യണം? അമ്മ പറയുകയാണ്, മക്കളെ, കഴിവുകളെ നിങ്ങൾ കൃപകളാക്കി മാറ്റണം. എങ്ങനെയാണ് ഈ കഴിവുകളെ കൃപകളാക്കി മാറ്റുന്നത്?
കഴിവുകളെ കൃപകളാക്കി മാറ്റണമെങ്കിൽ കൃപാസിംഹാസനത്തോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ആരാണ് കൃപാസിംഹാസനം? യേശു. അവനോട് ചേർന്ന് നിൽക്കണം. എങ്ങനെ? മുറിവേറ്റവൻ്റെ മുറിവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആ തായ്തടിയിൽ നിന്നും ജീവരസം, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവൻ്റെ അരുവി ഒഴുവെന്ന് പറഞ്ഞതുപോലെ ആ രാജവീതി നമ്മളിലേക്ക് ഒഴുകുകയുള്ളൂ, ആ കൃപ ഒഴുകുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കഴിവുകളെ നമ്മൾ കൃപകളാക്കി മാറ്റുമ്പോൾ നമുക്ക് വലിയ ഒരു വിജയം നമുക്ക് ലഭിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എങ്ങനെയാണ് കഴിവുകളെ കൃപകളാക്കുന്നത്? ഇതാ, സ്നേഹിക്കുക എന്നുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്നേഹിക്കുക എന്നുള്ള കഴിവ് ഇത് ലൈംഗിക തൃപ്തിയിലേക്ക് പോകുവാനായിട്ടാണ് ശരീരം എപ്പോഴും നമ്മെ മാടി വിളിക്കുന്നത്. എന്നാൽ അത് ഒരു ഉന്നതമായ ദൈവസ്നേഹ അനുഭവത്തിലേക്ക്, ആ സ്നേഹത്തെ നമുക്ക് കൃപയാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ്? തായ്തടിയോട് ചേർന്ന് നിൽക്കണം. അവനിൽ നിന്ന് ജീവരസം ഒഴുകി കഴിയുമ്പോൾ നമ്മൾക്ക് ഉന്നതമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കും. അതുകൊണ്ടാണ് 2 Korinthos 5:16 പറയുന്നുണ്ട്, ഇപ്പോൾ മുതൽ ഞങ്ങളാരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല എന്ന്. ഇപ്പോൾ മുതൽ ഞങ്ങളാരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു യുവാവ് സുന്ദരിയായ ഒരു യുവതിയെ കാണുന്നു. സങ്കുചിതമായ കാഴ്ചപ്പാട്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഉന്നതമായ കാഴ്ചപ്പാട് അത് പറയുമ്പോൾ കൃപയായി വന്നവൻ നമ്മളിലേക്ക് കൃപ ഒഴുക്കും. അവൻ്റെ തായ്തടിയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ജീവരസം നമ്മളിലേക്ക് ഒഴുക്കും. അങ്ങനെ സ്നേഹിക്കുക എന്നുള്ള ആ കഴിവിനെ ദൈവസ്നേഹത്തിലേക്ക് കൃപയായിട്ട് ഉയർത്തും. എങ്ങനെയാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:5 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യത്തിൽ നിന്ന് സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഉന്നതമായ കാഴ്ചപ്പാട്, കൃപ ലഭിച്ചവൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, എന്തുമാത്രം സൗന്ദര്യവും കൃപയുമാണ് ആ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. സൗന്ദര്യദാതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ കണ്ണുകളുടെ അഭിഷേകം എന്ന് പറയുന്നത്. ഇതാണ് സ്നേഹത്തിൻ്റെ അഭിഷേകം. അങ്ങനെ നമ്മൾ സ്നേഹത്തെ കൃപയാക്കി മാറ്റണം, കഴിവുകളെ കൃപയാക്കി മാറ്റുക. അമ്മ പറയുകയാണ്, അതിന് തായ്തടിയോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ അവനെന്ന് ജീവരസം ഉണ്ടാക്കിക്കൊണ്ട് ഇന്നലെ വരെ നമ്മളെ പരാജയപ്പെടുത്തിയ മേഖലകളിൽ തമ്പുരാൻ നമുക്ക് ശക്തി നൽകും. നമ്മുടെ പ്രലോഭനങ്ങൾക്ക് അതീതമായിട്ടൊന്നും ഉണ്ടാകുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി അവൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി എന്ന്. നമുക്ക് ആ കൃപയെക്കുറിച്ച് അറിയത്തില്ല. ചേർന്ന് നിന്നാൽ തരണം ചെയ്യുവാനായിട്ടുള്ള അനുഗ്രഹം കിട്ടും. വീണ്ടും അമ്മ പറയുകയാണ്, കൃപാവരം കൊണ്ടല്ലാതെ ക്രൂരതയുടെ മുഖത്തടിക്കാൻ സാധ്യമല്ല. കഴിവുകളെ കൃപകളാക്കണം. കൃപാവരം കൊണ്ട് ക്രൂരതയുടെ സാത്താൻ്റെ മുഖത്തടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കുക. നമുക്ക് എല്ലാ കഴിവുകളും ദൈവം തന്നെ. ക്ഷമിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷ ചെയ്യുക. ജോലി ശുശ്രൂഷയാക്കി മാറ്റാൻ പറ്റും. ജോലി ആരോഗ്യമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്നാൽ കൃപയുള്ളവർക്ക് മാത്രമേ ജോലി ശുശ്രൂഷയാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. എനിക്ക് ഈ മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളോടും പറയാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് ശാലോമുണ്ട്, ഗുഡ്നസ് ഉണ്ട്, അതുപോലെ ഷെക്കൈന ഉണ്ട്, എത്രയോ പേരാണ്, 100 കണക്കിന് ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് സ്കില്ലുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ കൃപയാക്കി മാറ്റണം. യേശുവിനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവ് കൃപയായി മാറും, കൃപ അഭിഷേകമായി മാറും. ഹല്ലേലൂയ! അതെല്ലാവരും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൃപ കൊണ്ട് ഈ മരുഭൂമി നിറയും, ഈ ഭൂമി നിറയും, കൃപ കൊണ്ട് നിറയും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, കഴിവുകളെ നിങ്ങൾ കൃപകളാക്കി മാറ്റണം. ക്ഷമയുടെ മേഖലയിൽ ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പലരും പരാജയപ്പെട്ടു പോകുന്നത് ക്ഷമയുടെ മേഖലയിലാണ്. ഞാനിത് പറയുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്നോ അതുപോലെ തന്നെ ഞാനൊരു ഉന്നതനോ അങ്ങനെ ഞാൻ സമർത്ഥിക്കാനായിട്ടല്ല. ഞാൻ തരണം ചെയ്ത ഒരു ചെറിയ അനുഭവം പറയുകയാണ്. അത് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് കരുതി പറയുകയാണ്. ആ അർത്ഥത്തിലേ അത് കാണാവുള്ളൂ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടം പരിമിതമായ ആൾക്കാരെ ഉൾപ്പെടുത്തി കുർബാന അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. എൻ്റെ ഒരു തീർത്ഥാടന ദേവാലയമാണ്. അവിടെ രാവിലെ 8-10 പേര് വരും, അല്ലെ 5-7 പേര്, അങ്ങനെ കുറച്ച് ആൾക്കാരെ വരികയുള്ളൂ.
അപ്പോൾ തന്നെ ദേവാലയ ശുശ്രൂഷി പള്ളി അടയ്ക്കും. അതിനുശേഷം കുർബാന കഴിച്ച് കഴിയുമ്പോൾ പള്ളി തുറക്കും. അങ്ങനെയായിരുന്നു കുറച്ച് നാളത്തേന് അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കാരണം വഴി സൈഡായതുകൊണ്ട് ധാരാളം ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിയമം പാലിക്കേണ്ടത് കൊണ്ട് അങ്ങനെയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം എൻ്റെ ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ ഇവിടെ ഒരാൾ കംപ്ലൈൻറ്റും കൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു ആരാണ്? ഇന്നയാളാണ്. എന്താണ്? അച്ഛൻ അദ്ദേഹത്തിന് മനഃപൂർവ്വം കുർബാന കൊടുത്തില്ല. ഞാൻ ചോദിച്ചു ആരാണത്? അത് ഇന്നയാളാണ്. ഞാൻ പറഞ്ഞു ഈ ആൾ പള്ളിയിൽ വന്നതും കണ്ടില്ല, പോയതും കണ്ടില്ല. എനിക്ക് 2-3 ദിവസമായിട്ട് കണ്ണിന് ശകലം വേദനയുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം എനിക്ക് കാണാതെ പോയത്. എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നല്ലോ. കുർബാന കഴിഞ്ഞാൽ ഉടനെ ദേവാലയ ശുശ്രൂഷി ആ വാതിൽ തുറക്കാനായിട്ട് പള്ളിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനൊന്ന് പറയാമായിരുന്നല്ലോ, അച്ഛൻ എനിക്ക് കുർബാന തന്നില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടേനെ, ഞാൻ അപ്പോൾ തന്നെ കുർബാന കൊടുത്തേനെയല്ലോ. അതല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്തൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇതൊന്നുമില്ലാതെ അവിടെ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഉള്ളപ്പോൾ ഈ മനുഷ്യൻ ഓട്ടോറിക്ഷയും പിടിച്ച് ബിഷപ്പിനെ പോയി കണ്ട് ഈ കാര്യമൊക്കെ പറഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് മനസ്സ് അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് മാനുഷികമായി ചിന്തിക്കാൻ തുടങ്ങി. അയാൾക്ക് 60 വയസ്സ് മുകളിലുണ്ട്, ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ ആളാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പൊതുവേദിയിൽ വരാതിരിക്കുന്നതാണ് നന്ന്. പക്ഷേ കർത്താവ് ഒരു കാര്യം എന്നെ അനുസ്മരിപ്പിച്ചു. നിനക്ക് കൃപ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയ തന്ത്രമാണ് ഇത്, വലിയൊരു തന്ത്രമാണ്. നീ ഇവിടെ പരാജയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ആ സഹോദരൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, കുർബാന കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ല അച്ഛൻ, മനഃപൂർവ്വം എനിക്ക് തരാതിരുന്നതാ. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപ വരമാക്കി ക്രൂരതയുടെ മുഖത്തടിക്കുക എന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ എന്നെ പ്രലോഭിപ്പിക്കാൻ വന്ന പിശാചിൻ്റെ മുഖത്തൊരൊറ്റ അടിയാണ് വെച്ച് കൊടുത്തത്. എന്നെയും പിശാചിൻ്റെ 7 അയലൊക്കെ തടുക്കുകയില്ല. എന്നെ നിങ്ങളെയും പിശാച് വീഴിക്കുന്നുവെങ്കിൽ ഈ മേഖലയിൽ നിങ്ങളെ വീഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആത്മീയതയിൽ വളരാത്തത്. കഴിവുകളെ നിങ്ങൾ കൃപകളാക്കി മാറ്റണം. ക്ഷമിക്കുക എന്നുള്ളത് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നിങ്ങൾക്കറിയാമോ, നിസ്സാര കാര്യത്തിന് പിണങ്ങിയിട്ട് 1-2 മാസം വർത്തമാനം പറയാതെ മിണ്ടാട്ടമില്ലാതിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഒരേ കൂരയ്ക്ക് കീഴിലുണ്ടെന്ന് കേൾക്കുമ്പോൾ എന്തുമാത്രം കൃപയാണ് അവർ നഷ്ടപ്പെടുത്തിയത്. ആ 2-3 മാസം അവർ പ്രാർത്ഥിച്ചത് വെറും കുടം കമത്തിയിട്ട് പ്രാർത്ഥിച്ചതുപോലല്ലേ? അതെ, കൃപാവരം കൊണ്ടല്ലാതെ പിശാചിൻ്റെ മുഖത്തടിക്കാൻ സാധ്യമല്ല. സങ്കീർത്തനം 103 പറയുന്നു, 103:12 പറയുന്നു, കിഴക്കും പടിഞ്ഞാറുമുള്ള അത്രയും അകലത്തേക്ക് പാപത്തെ നമ്മിൽ നിന്ന് അകറ്റണമെങ്കിൽ നമ്മുടെ കഴിവുകളെ കൃപകളാക്കി മാറ്റണം. സ്നേഹിക്കുക എന്നുള്ളതിനെ ദൈവസ്നേഹത്തിലേക്ക് കൃപയാക്കി മാറ്റണം. ക്ഷമിക്കുക എന്നുള്ളത് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന കൃപയാക്കി മാറ്റണം. ജോലി അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അഭിഷേക ശുശ്രൂഷയാക്കി മാറ്റണം. അങ്ങനെ ഓരോ കഴിവുകളെയും കൃപകളാക്കി മാറ്റുമ്പോൾ സ്വർഗം സന്തോഷിക്കും, സാത്താൻ നമ്മളെ വിട്ടുപോകും, പരിശുദ്ധനായവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. അവൻ്റെ പരിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് ഈ ഭൂമുഖം ഓരോ മക്കളും അഭിഷേകം കൊണ്ട് നിറയുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരിയൻ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ റാണിയിലൂടെ നടന്ന 51 സന്ദേശങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി മരിയൻ ടീം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമ്മ പറഞ്ഞു, ഈ സന്ദേശം കൊച്ചു കേരളത്തിന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയാണ് ഞാൻ നൽകുന്നത്. എങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് പറ്റും? ഒത്തിരിയേറെ പരിമിതി ഉണ്ടല്ലോ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അസാധാരണമായ വിധത്തിൽ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഷെക്കേനയിലൂടെ, സന്തോഷ് ബ്രദറിലൂടെ, ഈ കാലഘട്ടത്തിൽ, ഞാൻ ആ വാക്ക് അടിവരയിട്ട് ഉപയോഗിക്കുകയാണ്, കാലഘട്ടത്തിൽ എല്ലാവർക്കും വിശ്രമിച്ചിരുന്ന് കാണാൻ പറ്റിയ പാകത്തിൽ ഈ 51 സന്ദേശങ്ങൾ ഇൻ ദ റൈപ്പ് ടൈം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ റൈപ്പ് ടൈം, ആ ടൈമിൽ അമ്മ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 29-ാം തീയതി, ജൂൺ 29-ാം തീയതി ആരംഭിച്ച ശുശ്രൂഷ, അതെ 40 ദിവസം എന്ന് പറഞ്ഞ് അത് നമ്മൾ കൊണ്ടുപോയപ്പോൾ ഇതാ വീണ്ടും ആത്മാവിൻ്റെ ഒരു പ്രചോദനം ഉണ്ടായിരിക്കുന്നു. 51 സന്ദേശമുണ്ട്. ഈ സന്ദേശം മുഴുവൻ ഈ
ഈ ശുശ്രൂഷ വേദിയിലൂടെ മുന്നോട്ട് വിടണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇത് ഇനി 40 ദിവസം അല്ല, അതിനേക്കാളും ഉപരി ഓഗസ്റ്റ് 22-ാം തീയതി, ഇനി 15 ദിവസം കൂടെ വേണ്ടി വരും. എങ്കിലേ ഈ 51 സന്ദേശങ്ങൾ തീരുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഈ 51ാമത്തെ സന്ദേശം കിട്ടിയത് 2002 ഓഗസ്റ്റ് 22-ാം തീയതിയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ആരും കണക്ക് കൂട്ടിയൊന്നുമല്ല. ഇത് തുടങ്ങിയത് 28-നോ അല്ലെങ്കിൽ 30-നോ ആയിരുന്നുവെങ്കിൽ ഈ കൃത്യം ഡേറ്റ് തിരിയല്ലായിരുന്നു. കണ്ടോ, സ്വർഗത്തിൻ്റെ കണക്ക് കൂട്ടൽ. ഇതാരും ആകസ്മികമായിട്ട് ചെയ്തതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് തട്ടിക്കൂട്ടിയൊരു പ്രോഗ്രാം അല്ല, പിന്നെയോ സ്വർഗത്തിൻ്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, 15 ദിവസം കൂടെ ഇതേ സന്തോഷത്തോടു കൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി മരിയൻ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാ ഒരു ചെറിയ ഒരു ദൃശ്യം കൂടെ കാണിക്കുകയാണ്. അനേകം മക്കൾക്ക് അനുഗ്രഹം കിട്ടിയ മരിയൻ ശുശ്രൂഷ. ഞാനീ പറയുന്നത് റാണി തട്ടിക്കൂട്ടിയെടുത്ത ഒരു ശുശ്രൂഷയോ സന്ദേശമോ അല്ല. ഇത് അമ്മ നേരിട്ട് വന്ന് കൊടുത്ത് എഴുതിപ്പിച്ചതാണ്. നിങ്ങൾ അതിൻ്റെ വാക്കുകളൊന്നും നോക്കൂ, അതിൻ്റെ ഘടനകളൊക്കെ നോക്കൂ. മരിയോളജിയോ തിയോളജിയോ ഒക്കെ തെറ്റിപ്പോകാതെ എത്രയോ ഭംഗിയായിട്ടാണ് അമ്മയുടെ ആ ഭാഷാ സ്വാധീനം എന്നുള്ളത്. ഇതാ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ റാണിയിലൂടെ പൊതുവേദിയിലുണ്ടായ അനുഭവം. 300-ൽ പരം സിസ്റ്റേഴ്സ് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാണിയുടെ കയ്യിലേക്ക് 1996 നവംബർ 2 മുതൽ ആരംഭിച്ച മരിയൻ ശുശ്രൂഷയെ കർത്താവ് ഒരു വലിയ മരിയൻ ധ്യാനമായിട്ട് ഉയർത്തി എന്നുള്ളത് ആ ശുശ്രൂഷയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ധാരാളം ബഹുമാനപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആത്മായ സുഹൃത്തുക്കൾ ഇവർ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ അവസരത്തിൽ അവർക്ക് പ്രകടമായ സുഗന്ധാഭിഷേകം തമ്പുരാൻ കൊടുക്കുകയും ചെയ്തു. അത് ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അവരുടെ ജപമാല പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ആ ജപമാലയിൽ ശക്തമായ സുഗന്ധാഭിഷേക അനുഭവം ഉണ്ടാകുകയും 20 വർഷം മുമ്പുള്ള ക്ലിപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജപമാല റാണി പ്രാർത്ഥിക്കും. ആ നിമിഷം തന്നെ ശക്തമായ സുഗന്ധാഭിഷേക അനുഭവം അവർക്ക് ലഭിക്കുന്നത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതാണ് കഞ്ചിക്കോട് മരിയൻ ശുശ്രൂഷയെ തമ്പുരാൻ ഒരു മരിയൻ ധ്യാനമായിട്ട് ഉയർത്തി അനേകം വൈദികര് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഒരു വലിയ ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് ദൈവം ഇടവരുത്തുകയും ചെയ്തു. ഒരു കാലത്ത് തിരുസഭയിൽ ആത്മീയ ശുശ്രൂഷ നടത്തിയിരുന്നവർ പിന്നീട് തെറ്റായ ബോധ്യങ്ങളുടെ ഫലമായി പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ കുർബാനയെയും തള്ളിപ്പറഞ്ഞ് അവരുടേതായ സെക്ടറുകളിലേക്ക്, മാളങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ഈശോ കഞ്ചിക്കോട്ടുള്ള ഒരു ദൈവമകളിലൂടെ കേരളത്തിൽ ശക്തമായ മരിയൻ മൂവ്മെന്റ് ആരംഭിച്ചു. അനേകരെ വിമലഹൃദയ പ്രതിഷ്ഠയിലേക്ക് നയിക്കത്തക്ക വിധം ശക്തമായ ഒരു ആത്മീയ സുഗന്ധ മുന്നേറ്റം. വലിയ ഒരു സമൂഹം ഒന്നിച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ പല അവസരങ്ങളിലായി സമൂഹത്തിന് മുഴുവൻ അനുഭവവേദ്യമാകത്തക്ക വിധം പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ അടയാളമായി സുഗന്ധാഭിഷേകം ലഭിക്കുക എന്നത് മരിയൻ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. തൽഫലമായി അനേകർക്ക് ജപമാല പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുവാൻ പ്രചോദനം ലഭിച്ചു. മുടങ്ങിപ്പോയ പല ആത്മീയ അനുഷ്ഠാനങ്ങൾക്ക് അവർക്ക് വീണ്ടും അത് വീണ്ടെടുക്കുവാൻ സാധിച്ചു. അനേകരുടെ മനസ്സുകൾക്ക് അത് ഉണർവും കരുത്തും ഉന്മേഷവുമേകി. 18 വർഷങ്ങൾക്ക് മുമ്പ് മരിയൻ ധ്യാനം കൂടിയ പലരും ഇന്ന് നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഈ ആത്മീയ കൂട്ടായ്മയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുത്ത് സന്തോഷിക്കുന്നുണ്ട്. അന്ന് മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തവർ ഇന്ന് ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലിരുന്ന് അന്നത്തെ ആ ആത്മീയ അനുഭവം പ്രാർത്ഥനാപൂർവം ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ സുഗന്ധ കച്ചിയിൽ അമ്മ എന്നും നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 300-ൽ പരം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ മാതൃസ്നേഹത്തിന്റെ അടയാളമായി റാണിയുടെ കൈകളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്ന രംഗം. ശക്തമായ സുഗന്ധാഭിഷേകത്തോടെ പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ സ്വർഗീയ മാതൃസാന്നിധ്യത്തിന്റെ ഒരു അടയാളവും അനുഭവമായിരുന്നു അത്.
നൂറിൽ പരം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇതിന് സാക്ഷികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, റാണിയിലൂടെ നടന്ന സന്ദേശം നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ഇത് അമ്മയുടെ ആഗ്രഹം തന്നെയാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി ആ വചനം കേൾക്കുവാനായിട്ട് അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടൊന്നും പറയാനായിട്ടില്ല. ഈശോ സുവിശേഷത്തിൽ പറഞ്ഞത് മാത്രം അമ്മ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം ഈ സ്വർഗത്തിൻ്റെ ഒരു ദൂത് എന്ന വിധത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം എന്ന വിധത്തിൽ നമുക്കിത് കേൾക്കുവാൻ നമ്മുടെ ഹൃദയവും കാതുകളും തുറക്കാം. പ്രൈസ് ദി ലോർഡ്. ആവേ 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 മരിയ, ആവേ 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 മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച അമ്മ, നമ്മുടെ അമ്മ, ഈ നാളുകളിലെല്ലാം നമ്മോട് സംസാരിച്ചത് നമ്മൾ ഗ്രഹിക്കേണ്ടതല്ലേ? ഇന്നലെ ഈ സന്ദേശം കേട്ടതിന് ശേഷം മക്കളെ, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് നന്മയിൽ ജീവിക്കാൻ തീരുമാനിച്ചോ? ഇല്ലെങ്കിൽ ഇനിയും വൈകിയിട്ടില്ല. ഇതാ ഇന്ന് ഈ സമയം തീരുമാനമെടുത്തുകൊണ്ട് കൃപയുടെ നിറവിലായിരുന്ന് ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. 32ാമത്തെ സന്ദേശമാണ് നാം കേൾക്കാൻ പോകുന്നത്. 1999 ഓഗസ്റ്റ് 15 അമ്മ പറഞ്ഞു, എൻ്റെ വത്സല മക്കളെ, സ്വർഗാരോഹണത്തിൻ്റെ തിരുസ്മരണകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. അന്ധകാരാവൃതമായ ദശാസന്ധിയിൽ യേശുവിൻ പ്രകാശം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയായ ഞാൻ വന്നിരിക്കുന്നു. നമ്മൾ ഇത്രയും സമയം കേട്ട സന്ദേശങ്ങളിലൊക്കെ അമ്മ പറഞ്ഞു, യേശുവിൻ്റെ പ്രകാശമാണത്രേ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അമ്മ പറയുമ്പോൾ അമ്മയുടെ മക്കളായ നമ്മളുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞു നിൽക്കേണ്ടത്? യേശുവിൻ്റെ പ്രകാശമല്ലേ ആയിരിക്കണം. ആ പ്രകാശത്തെ നിറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം വഴികൾ സ്വീകരിക്കണമെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴികൾ നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മഹത്വമുള്ള എൻ്റെ ശരീരത്തിൻ്റെ തേജസ് മാത്രം നിങ്ങൾ വീക്ഷിക്കരുത്. പലപ്പോഴും പലരും വരുമ്പോൾ ചോദിക്കാറുണ്ട്, പരിശുദ്ധ അമ്മ ഭയങ്കര സുന്ദരിയാണോ? സുന്ദരിയാണോ എന്നുള്ള ചോദ്യത്തിൽ ചിലപ്പോഴൊക്കെ മനസ്സിലാകാറുണ്ട്, സൗന്ദര്യത്തെ ഒരുപാട് ആരാധിക്കുന്നവരുണ്ട്. ചിലവർ അത് ശരിക്കും അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. എന്തായാലും പരിശുദ്ധ അമ്മ സുന്ദരിയാണ് കേട്ടോ. അമ്മ പറയാ, എൻ്റെ ശരീരത്തിൻ്റെ തേജസ് മാത്രം വീക്ഷിച്ചിട്ട് നിങ്ങൾ അതൊരു ചോദ്യം ചോദിക്കരുത്, അത് മാത്രം നിങ്ങൾ വീക്ഷിക്കരുത്. ആ തേജസ്സിൻ്റെ കാരണം എന്താ? നീതി സൂര്യനെയാണ് കന്യകാമറിയം ഉടയാടയാക്കിയിരിക്കുന്നത്. നീതി സൂര്യനായ യേശുവിനെ. പരിശുദ്ധ അമ്മ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ ഭയങ്കര സുന്ദരിയാണ്. അമ്മയെ കണ്ട സമയങ്ങളിലൊക്കെ കാണുന്നതിന് മുൻപ് ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അമ്മയെ കണ്ടാലുണ്ടല്ലോ, അമ്മയുടെ ശിരസിൻ്റെ ഈ നെറ്റിത്തടം, ഈ മുഖം ഇങ്ങനെ കാണാം. കൈകളുടെ ഇത്രയും ഭാഗം പുറത്തേക്ക് കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് അമ്മയ്ക്ക്. ആ നെറ്റിത്തടം മുതൽ കാൽപാദം വരെ ഒരു പോയിന്റിൽ, ഒരു സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ നമുക്ക് പറ്റില്ല. അത്ര സ്വർഗീയ പ്രഭയാണ് അമ്മയ്ക്ക്. അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുടെ വെളിച്ചം. അമ്മ ഇപ്പോൾ എപ്പോഴും പറയണില്ലേ, എൻ്റെ വിമല ഹൃദയത്തിലെ പ്രകാശം പ്രകാശമെന്ന്. നമ്മുടെ ഉള്ളിലുള്ളതല്ലേ പുറത്തേക്ക് വരൂ. അമ്മയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നേ. അമ്മയുടെ ഉള്ളിലും കർത്താവ്, പുറത്തും കർത്താവാ.
അമ്മയുടെ. അപ്പം അമ്മയുടെ മക്കളുടെയോ? അങ്ങനെ വേണ്ടേ? വേണം. അമ്മയുടെ സ്വരം കിളികിളി പോലെ മധുരിക്കുന്ന സ്വര. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു 16-17 വയസ്സ് തോന്നിക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോൾ കാണുമ്പോഴും ആ പ്രായത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എത്ര സംസാരിച്ചാലും മതിയാവില്ല, പക്ഷെ പലപ്പോഴും സംസാരിക്കാൻ പറ്റാറില്ല. അതാ അതിൻ്റെ സത്യം. നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകും. നമുക്ക് ചോദിക്കാനുള്ളതിൻ്റെയൊക്കെ ഉത്തരം അമ്മ തന്നോളും. ഈ ഒരു വിഷയം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. ഈ കാലഘട്ടത്തിലെ വിണ്ടുണങ്ങിയ പ്രതലങ്ങളിൽ ദിവ്യ സ്നേഹത്തിൻ്റെ തുഷാര ബിന്ദുക്കൾ പൊഴിക്കുന്നത് നിങ്ങൾ അറിയുവിൻ. ദിവ്യമായ സ്നേഹമാണ് തുഷാര ബിന്ദുവായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് പല പാപാവസ്ഥയിലും പെട്ട മക്കളായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരോട് സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാകുക അവർ അസ്വസ്ഥരാണ്. അവർക്ക് ഈ തുഷാര ബിന്ദു കിട്ടിയിട്ടില്ല. കാരണം എന്താ? അത് ദിവ്യമായ സ്നേഹമായിരുന്നില്ല ആ പാപത്തിൽ അവർ അനുഭവിച്ചത്. അർഹതയുള്ളവരിലൂടെ അർഹിക്കപ്പെട്ട സമയത്ത്, ദൈവം അനുവദിക്കുന്ന സമയത്ത് നേടുമ്പോൾ അത് തുഷാര ബിന്ദുവായ അനുഗ്രഹമായിട്ട് നമുക്ക് മാറും. ഈ കാലഘട്ടത്തിൽ വിണ്ടുണങ്ങിയ പ്രതലം എങ്ങനെയാ വിണ്ടുണങ്ങിയത്? ഈ തുഷാര ബിന്ദു പൊഴിക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ എവിടെയും വിള്ളലോ ഒന്നും ഉണ്ടാകില്ല, അവിടെ ഉണങ്ങില്ല. എവിടെയാ വിണ്ടുണങ്ങിയത്? നമ്മുടെയൊക്കെ മനസ്സിൽ. ഈ ലോക മനസ്സാക്ഷി വിണ്ടുണങ്ങിപ്പോയി. എന്തുകൊണ്ട്? ദൈവികതയെയും ആത്മീയതയെയും കുറ്റം വിധിക്കാനും അവരെ മുൻവിധി നടത്താനും ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളത മനസ്സിലാക്കാനും സാധിക്കാതെ ലോകത്തിലും ലോകമോഹങ്ങളിലും ഒരുപാട് ആണ്ടുപോയി. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ, വന്ന വഴികളെ മറന്ന് തന്ന കരങ്ങളെ മറന്ന് ലോക അരൂപിയിൽ ആണ്ടുപോകുമ്പോൾ നിന്റെ കാഴ്ച മങ്ങുന്നു എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, കാഴ്ചയില്ലാത്തതല്ല നമ്മുടെ കുറ്റം കുറവ്. നമ്മുടെ കാഴ്ചകൾ ലോകത്തിൽ ഒരുപാട് ആണ്ടുപോയി എന്നതാണ് നമ്മുടെ കുറവ്. നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്തുള്ള ദൈവീകമായ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കുവാൻ മാമോദിസായിലൂടെ കൃപ ലഭിച്ച നമ്മളാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത്. അവിടെയാണ് ഉണങ്ങി വരണ്ടിരിക്കുന്നത്. അവിടെയാണ് പിശാച് മണൽത്തിട്ട ഒരുക്കിയിരിക്കുന്നത്. ആ മണൽത്തിട്ടയിലാണ് അവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ മക്കൾ യുദ്ധം ചെയ്ത് മുന്നേറുന്നത് കാണുമ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാത്താൻ ഒരുക്കിയ മണൽത്തിട്ട എൻ്റെയും നിങ്ങളുടെയും ജീവിതവും മനസ്സും ശരീരവുമാണെങ്കിൽ കർത്താവിൻ്റെ തിരുമനസ് എന്തുമാത്രം നോവുന്നുണ്ടാകും. അതുകൊണ്ട് അവിടേക്ക് തുഷാര ബിന്ദു പോലെ ദൈവീക കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പെയ്തിറങ്ങാൻ ശേഷിക്കുന്ന മക്കളെ, ഇന്ന് ജീവിക്കുന്ന മക്കളെ, എന്നെ ശ്രവിക്കുന്ന മക്കളെ, ആത്മാക്കളെ നേടാൻ ആത്മാവിൻ്റെ രക്ഷ എൻ്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്കുള്ള നിന്റെ നോട്ടത്തെ മാറ്റി, ദൃഷ്ടിയെ മാറ്റിക്കൊണ്ട് ദൈവിക സ്നേഹത്തിലേക്ക് നീ ഉയര്. നിന്റെ ദൃഷ്ടികളെ താഴ്ത്ത്, നിന്റെ ആത്മാവിനെ ഉയർത്ത്. ഒരുപാട് നോക്കിക്കണ്ട് ആസ്വദിച്ച് നടന്നില്ലേ? ഇന്ന് വല്ലതും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? വീടിന് പുറത്തിറങ്ങരുതെന്നല്ലേ നിയമം? എവിടെ പോയി ആസ്വദിച്ചതെല്ലാം ഇപ്പോഴും നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ? അതിലൂടെ നാം ഒരു കാര്യം പഠിച്ചു. ഒരു വൈറസ് നമ്മളെ ഇത്രമാത്രം അടക്കി ഭരിച്ചെങ്കിൽ ദൈവിക നിയമങ്ങൾക്ക് അനുസരണപ്പെട്ട് വിധേയപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെതാകാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അവിടെയാണ് വീണ്ടുണങ്ങിയ പ്രതലത്തിൽ നിന്റെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിലയായിട്ട് സ്വർഗത്തിൽ നിന്ന് തുഷാര ബിന്ദുക്കളെ കൊണ്ടുവരുവാൻ, മഞ്ഞുതുള്ളിയെ കൊണ്ടുവരുവാൻ, എത്ര കടുപ്പമുള്ള പാപക്കറയേറ്റവനെയും മാനസാന്തരപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുമെന്ന് നിന്റെ അമ്മ, എൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ ഉറപ്പ് നൽകുന്നത്. നമുക്ക് ആ ഉറപ്പിൽ വിശ്വസിക്കാം, അതിനായി ജീവിക്കാം. നിങ്ങൾക്കായി ഞാൻ നടന്നു കാണിച്ച വഴി ഏതായിരുന്നുവെന്ന് മനസ്സിലാക്കി പരിശുദ്ധ തൃത്വത്തിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായി ജീവിക്കാനാ പരിശുദ്ധ അമ്മ പറയുന്നേ. എരിഞ്ഞടങ്ങുന്ന പുക മാത്രം പുറത്തു വരുന്ന വിശ്വാസ ജീവിതമല്ല, കത്തിയെരിയണം. ആദ്യത്തെ സന്ദേശത്തിൽ, ഇന്നലത്തെ സന്ദേശത്തിൽ നമ്മൾ കേട്ടു,
എരിയുന്ന ദീപങ്ങളാകണം. എരിയാന്ന് പറഞ്ഞാൽ പുക എരിയുന്നതല്ല, വിളക്ക് പ്രകാശിക്കണം. പുത്രനെ അനുകരിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ചുകൊണ്ടും പിതാവിനെ മഹത്വപ്പെടുത്തുക. പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പുത്രൻ മഹത്വപ്പെടും. പിതാവും പുത്രനും മഹത്വപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടും. ത്രിയേക ദൈവത്തിൻ്റെ സഹവാസം നമ്മിൽ നിറയും. നമ്മൾ യേശുവിൻ്റെ വിളക്കുകളായിട്ട് മാറും. നേരത്തെ പറഞ്ഞില്ലേ, ഒരു വിളക്ക് അണഞ്ഞു പോയാൽ അന്ധകാരം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, ഒരു ഇഷ്ടികയ്ക്ക് സഭാസൗധം പണിതുയർത്തപ്പെട്ടിട്ടുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആ സൗധത്തിൻ്റെ ഒരു കല്ലിന് അല്പം ശോഷണം സംഭവിച്ചാൽ അതിന് ഇടിവ് വരും, ചതവ് വരും, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നൊരു വ്യക്തി നന്മയിലാകാത്തത് കൊണ്ട് ഏതെങ്കിലും തിന്മ വിജയിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകേണ്ട ആത്മീയ അഭിഷേകം, കൃപയുടെ ചാനലുകൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടുന്നതിനെ തടസ്സമായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാം എന്ന് പറയുമ്പോൾ മക്കളെ എല്ലാം തന്നെയാണ്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പാതയിലേക്ക് സ്നേഹത്തിൻ്റെ നിയമത്തിലൂടെ പൂർണ്ണത പ്രാപിക്കുവാനുള്ള ആഗ്രഹവുമായിട്ട് എല്ലാ മക്കളും വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മഹത്വമുള്ള പരിശുദ്ധ അമ്മയുടെ ശരീരം പോലെ തന്നെ ജീവിതത്തിലൂടെ, ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ ദൈവിക നിയമങ്ങളെ പാലിച്ച് ദൈവാംശം സ്വീകരിച്ചുകൊണ്ട് വരണ്ടുണങ്ങിയ പ്രതലങ്ങളിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും തുഷാര ബിന്ദുക്കളെ പൊഴിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അമ്മ പറഞ്ഞില്ലേ, മക്കളെ, നിങ്ങൾ മൂകരോ ബധിരരോ ആയി ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളോട് അധികം കണക്ക് ചോദിക്കേണ്ടി വരുമായിരുന്നില്ലെന്ന്. നമ്മൾ മൂകരല്ല, നമ്മൾ ബധിരരല്ല, നമ്മൾ ഒരുപാട് കഴിവുകളുള്ളവരാണ്. കഴിവുകളെ കൃപകളാക്കി ദൈവിക നിയമത്തിൻ്റെ തിരുമുൻപിൽ, സ്നേഹത്തിൻ്റെ നിയമത്തിൻ്റെ തിരുമുൻപിൽ സ്നേഹം തന്നെയായി ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവം എന്തുമാത്രം കഴിവുകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. റാണി ഇപ്പോൾ പറഞ്ഞു നിർത്തി, കഴിവുകളെ കൃപകളാക്കി മാറ്റുക. കൃപയാക്കി മാറ്റണമെങ്കിൽ കൃപാസിംഹാസനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതിന് വിശുദ്ധമായ ഒരു വീതി നമ്മൾ ഒരുക്കണം. അങ്ങനെ അവരിൽ നിന്നും ശക്തി പുറപ്പെടും. അങ്ങനെ നമ്മുടെ കഴിവുകൾ കൃപകളാകി മാറും. ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കഴിവുകളെ കൃപകളാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു,
അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും, ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധന ആരാധന ആരാധന, ആയിരം ആയിരം ആരാധന, മാലാഖമാരോട് ചേർന്ന ആരാധന, സ്വർഗീയ ഗണത്തോട് ചേർന്ന ആരാധന. യേശുവേ 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 യേശുവേ. ഏശയ്യ 49:5. കർത്താവ് എന്നെ ആദരിക്കുകയും അവിടുന്ന് എനിക്ക് ശക്തി ആകുകയും ചെയ്തിരിക്കുന്നു. ഏശയ്യ 49:5. കർത്താവ് എന്നെ ആദരിക്കുകയും അവിടുന്ന് എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു. ഈശോ ഞങ്ങളുടെ ഉള്ളിൽ വഴിയൊരുക്കി, ആ വഴിയായവൻ വഴിയേ വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാസസ്ഥലമായി ഇരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. അവിടുത്തെ പരിശുദ്ധി കൊണ്ടും മഹത്വം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണല്ലോ. ഇന്നലെ വരെ നീ പരാജയപ്പെട്ട നിൻ്റെ മേഖലകളിൽ നിൻ്റെ കഴിവുകളെ കൃപകളാക്കി ഉയർത്തി കർത്താവെ, അങ്ങിൽ നിന്നും ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ജീവരസത്തെ ഓർത്ത്, ചൈതന്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് അനേകർ കൃപയിലാണെന്ന് പറയുകയും കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അശുദ്ധിയിലും വ്യക്തി മാഹാത്മ്യത്തിലും മുഴുകി കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നുണ്ടല്ലോ. അനേകർ ബുദ്ധിയിൽ തമ്പുരാനെ അങ്ങേ ഒതുക്കി അങ്ങേക്ക് ഇരിപ്പിടം ബുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ. ചില്ലകൾ വെട്ടി ഒതുക്കി മരത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കാതെ എത്രയോ പേര് ജീവിക്കുന്നു. കർത്താവേ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് കേട്ട് യഹൂദർ പറഞ്ഞു, അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും നീ പറയുന്നു എൻ്റെ വചനം പാലിക്കുന്നവൻ മരിക്കുകയില്ല എന്ന്. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? ആരാണെന്ന് പറയൂ. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ദിവസങ്ങൾ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. എൻ്റെ ദിവസങ്ങൾ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സ് പോലും ആയിട്ടില്ല, എന്നിട്ടും ഞങ്ങളുടെ പിതാവായി അബ്രാഹത്തെ നീ കണ്ടുവന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ 8:58, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞവനാണ് ഈ പരിശുദ്ധ കുർബാനയിൽ. നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ ഇത് വിശ്വസിക്കുന്നുവോ? വീണ്ടും അവിടുന്ന് പറഞ്ഞു, എൻ്റെ ദിവസങ്ങൾ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം സന്തോഷിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അവൻ കണ്ടു മുള്ളുകൾക്കിടയിൽ കുരുകിക്കിടക്കുന്ന ഒരു കുഞ്ഞാട്. മകനെ ബലി കഴിക്കുവാനായിട്ട് കത്തി ഉയർത്തിയപ്പോൾ ദൈവം വിളിച്ചു, അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ മുള്ളുകൾക്കിടയിൽ, അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ്
എൻ്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി മുള്ളുകൾക്കിടയിൽ കുരുങ്ങിയ ആ കുഞ്ഞാട്. അതെ, റോമ 8:3 അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറിയ അവിടെ തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൽ സാദൃശ്യം അയച്ചുകൊണ്ട് പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വിധിച്ച കുഞ്ഞാടിനെ അബ്രാഹാം കണ്ടു, സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, 2 കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ചിലപ്പോൾ നിനക്ക് മാത്രമേ ഉണ്ടായിരിക്കും ഈ വിശ്വാസം. വിശ്വാസമില്ലാത്തവർ കണ്ടേക്കാം. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ കൈകൾ ഈശോയുടെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിക്കൂ. ആരാധനാക്രമങ്ങളും ശുശ്രൂഷകളും ഇപ്പോൾ പരിമിതമായിട്ട് പരികർമ്മം ചെയ്യപ്പെടുന്ന അടഞ്ഞ ദേവാലയങ്ങളുള്ള ഈ കേരള സഭയില്, ഭാരത സഭയില്, ലോകത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. ഈ മാധ്യമത്തിലൂടെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൈ നീട്ടോ, എന്നിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ഇവന് സ്വാഗതം അരുളിക്കൊണ്ട് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ! സ്തുതിക്കട്ടെ, നിന്റെ ഭവനത്തിൽ സ്തുതിക്കട്ടെ. സ്തുതിപ്പുയരട്ടെ, ശക്തമായ സ്തുതിപ്പുയരട്ടെ. കർത്താവേ, കൃപയില്ലാതെ കഴിയുന്നവരുണ്ട്, വിശ്വാസമില്ലാതെ കഴിയുന്നവരുണ്ട്, കഴിവുകളെ കൃപകളാക്കി മാറ്റാത്തവരുണ്ട്. യേശുവേ, നിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഭവനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവർക്ക്, അശുദ്ധിയിൽ കഴിയുന്നവരിലേക്ക് യേശുവേ അനോയിന്റിങ്, 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 അനോയിന്റിങ്. യേശുവേ, യേശുവേ, യേശുവേ. നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധി നിന്നിലൂടെ ഞാൻ തെളിയിക്കും. എസെക്കിയേൽ 26. നിങ്ങൾ നഷ്ടമാക്കിയ എൻ്റെ പരിശുദ്ധി. എസെക്കിയേൽ 36:23. നിങ്ങൾ നഷ്ടമാക്കിയ എൻ്റെ പരിശുദ്ധി ഞാൻ നിങ്ങളിലൂടെ തെളിയിക്കും. I will prove my holiness through you. യേശുവേ, നിന്റെ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി പുണ്യവാൻ്റെ തിരുനാളാണ്. വിശുദ്ധിയിലൂടെ ഒരു ഇടവകയെ, ഒരു പ്രദേശത്തെ കീഴടക്കിയ വ്യക്തി. ബുദ്ധി കൊണ്ടല്ല, വാക്ചാതുര്യം കൊണ്ടല്ല, സാമർഥ്യം കൊണ്ടല്ല, എരിയുന്ന അനുഭവം, ദൈവസ്നേഹത്താൽ എരിയുന്ന അനുഭവം. വഴിയൊരുക്കേണ്ടവന് വഴിയൊരുക്കി ഹൃദയത്തിൽ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അവൻ്റെ ജ്വലിക്കുന്ന ജ്വാല ശരീരത്തിലേക്ക് വ്യാപിപ്പിച്ച് ഹൃദയത്തിൽ പരിച്ഛേദനത്തിൻ്റെ മുറിവേറ്റെടുത്ത് മുറിവേറ്റവൻ്റെ മുറിവിലേക്ക് ആ മുറിവ് എടുത്തു വെച്ച് അവനിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുദ്ധിയിൽ വിശ്വാസം തളച്ചു വെച്ച് സഭയിൽ തന്നെ ഒത്തിരി മക്കളുണ്ട്. പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു സന്ദേശം, സിനഡ് ആരംഭിക്കാൻ പോവുകയാണ്. ബിഷപ്പ് സിനഡ് 16 മുതൽ 27 തീയതി വരെ ആരംഭിക്കുകയാണ്. അഭിനന്ദ പിതാക്കന്മാർ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ സന്ദേശം ഞാൻ വായിക്കുകയാണ്. സഭ അവരുടെ മക്കളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടുന്നു. എല്ലാവർക്കും രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുവാൻ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയ്ക്കുള്ളിലുള്ളവർ തന്നെ വഴി തെറ്റുന്നു. അമ്മയുടെ രോദനമാണ്. സഹവർത്തിത്വം എന്ന പേരിൽ സാത്താൻ ചില അന്ധകാര ശക്തികളെ സ്വാധീനിക്കുന്നവരിലൂടെ കൊണ്ടുവരുന്ന പുതിയ ആസൂത്രണങ്ങൾ സഭയെ നിഗൂഢമായി പീഡിപ്പിക്കുകയാണ്. ബാഹ്യമായി സഭയെ ആദരിക്കുകയും സത്യം തിരിച്ചറിയാതെ ലോകത്തെ ഭയന്ന് സഭയെ പ്രഹരിക്കുകയും സഭാമാതാവിൻ്റെ നിലവിളി കേൾക്കാതെയും കേൾപ്പിക്കാതെയും രക്തം ചിന്താതെയും അവളെ കൊല്ലുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ പങ്കുകാരാക്കുകയും ചെയ്യുന്നു. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സത്യത്തെ തള്ളിക്കളഞ്ഞ് ആധുനികമായ രീതിയിലുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യവംശത്തെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും. മാതാവ് നൽകുന്ന
വലിയ ഒരു ആഹ്വാനമാണ്. നമ്മളിന്ന് കണ്ടു, ബുദ്ധിയിൽ വിശ്വാസം തളച്ചിടുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. ഹൃദയത്തിലേക്ക് ആ വിശ്വാസം ഇറങ്ങണം, ഹൃദയത്തിലേക്ക് ആ വിശ്വാസം ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, സീനഡിനെ സമർപ്പിച്ച്, അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിച്ച്, അതുപോലെ തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ, അത് വൈദികർ മാത്രമല്ല, സമർപ്പിതർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും, അതെ, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ, അത് വ്യക്തിമാഹാത്മ്യത്തിൽ ആശ്രയിച്ച് കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ നമുക്കൊന്നു ചേർന്ന് രണ്ട് കൈകളും ത്യാഗത്തോടു കൂടി ഉയർത്താം. സിനഡിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇനി മാനസാന്തരം ആവശ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. സ്വർഗം ആഗ്രഹിക്കുകയാണ് ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന. നിങ്ങൾ എവിടെയായാലും മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇനി മാനസാന്തരപ്പെടുവാനായിട്ട്, അതെ, സ്വർഗത്തിൻ്റെ തേങ്ങലുകൾ ആത്മാക്കളെ കുറിച്ച് തേങ്ങുകയാണ്. അവരെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് 5 ലക്ഷത്തിൽ പരം ദൈവജനത്തോട് ചേർന്ന് ഈ സമയം 5 ലക്ഷത്തിൽ പരം ദൈവജനം പഞ്ചഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ കൂട്ടായ്മയോട് ചേർത്ത്, നീതിമാന്മാരുടെ സമൂഹത്തോട് ചേർന്നുകൊണ്ട്, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട്, ആബേലിനേക്കാൾ ശ്രേഷ്ഠമായ രക്തം, തളിക്കപ്പെട്ട രക്തത്തോട് ചേർന്നുകൊണ്ട്, സ്വർഗീയ ജെറുസലേമിലെ എല്ലാ മക്കളോട് ചേർന്ന്, വിജയം ഭരിച്ച നീതിമാന്മാരോട് ചേർന്ന്, മകനും ചൂടെ രക്തസാക്ഷികളോട് ചേർന്ന്, പരിപൂർണമാക്കപ്പെട്ട നീതിമാന്മാരുടെ സമൂഹത്തോട് ചേർന്ന്, സ്വർഗീയ വിഹത്തോട് ചേർന്ന്, എല്ലാ മാലാഖമാരോട് ചേർന്ന് കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൃപ ഒഴുകണമേ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, മാനസാന്തരത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, കാറ്റായി വീശണമേ, ഈശോയെ, മാനസാന്തരത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, ദൈവസ്നേഹത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, ഹൃദയപരിച്ഛേദത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, ഹൃദയം തുറക്കുന്ന അഗ്നി ഇറങ്ങട്ടെ, കാറ്റായി വീശണമേ, ഉണർത്തേണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായിട്ട് അനേകരെ വീണവരെ ഉയർത്തണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായി അനേകായിരങ്ങളെ കർത്താവെ കൈപിടിച്ചുയർത്തണമേ. I will prove my holiness through you. യേശുവേ, എന്നെയും പങ്കാളിയാക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കൂ. തീ ഇറങ്ങട്ടെ, മനസ്താപത്തിന് തീ ഇറങ്ങട്ടെ, മനസ്താപത്തിന് തീ ഇറങ്ങട്ടെ. Anointing, 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 anointing. യേശുവേ, ഒന്ന് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. 2 പത്രോസ് 1:7 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ട്, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ട്, ക്ഷമയെ ഭക്തി കൊണ്ട്, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ട്, സഹോദര സ്നേഹം കൊണ്ട് ഉപവി കൊണ്ട് വർദ്ധമാനമാക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വീണ്ടും ഹെബ്രാ 12:14-15 വായിക്കുന്നു, കൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുവിൻ. വിശുദ്ധിയുടെ കൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളരാതിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സുഹൃതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സുഹൃത ജപം ചെല്ലുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത ജപമാണ് ഫാത്തിമയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ആ സുഹൃതം. അത് ഓരോ ശ്വാസത്തിൽ നാം പറയണം, ഈശോയെ ഞാനങ്ങ് വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് ആ പ്രാർത്ഥന ചെല്ലാം. എൻ്റെ ദൈവമേ, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങ് ആരാധിക്കുന്നു, ഞാനങ്ങ് ആരാധിക്കുന്നു, ഞാനെങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി
ആരാധിക്കാത്തവർക്ക് അങ്ങയിൽ വേണ്ടി, പ്രത്യാശ വെക്കാത്തവർക്ക് വേണ്ടി, പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു, 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 മാപ്പപേക്ഷിക്കുന്നു. മാപ്പപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഞാനങ്ങ് വിശ്വസിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ നിങ്ങൾ ചെല്ലണമേ. അനേകം ആത്മാക്കളെ കർത്താവ് കൃപ കൊടുക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സഹനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കണം. അമ്മ പറയുകയാണ്, മറ്റുള്ളവർക്ക് അജ്ഞാതമെങ്കിലും സ്വർണത്തെക്കാൾ വിലയുള്ള നിങ്ങളുടെ ആത്മാവിൽ നിന്നൊഴുകുന്ന ചുടുനിണത്താൽ ഞാൻ മറ്റുള്ളവരുടെ ആത്മാക്കളെ ഉജ്ജ്വലിപ്പിക്കും. ഇപ്പോൾ മുട്ടുമേൽ നിൽക്കുന്നു അനേകം ആത്മാക്കളെ കർത്താവ് വീണ്ടെടുക്കും. ചെറിയ ചെറിയ ആശയടക്കങ്ങൾ ചെയ്യണമേ. അതുപോലെ ഭക്ഷണം, അതിലൊക്കെ ചെറിയ ചെറിയ ത്യാഗമൊക്കെ ചെയ്യണമേ. ഇനി നമ്മുടെ ശുശ്രൂഷ അത് ഓഗസ്റ്റ് 22-ാം തീയതി വരെ നീട്ടാൻ പോവുകയാണ്. 22-ാം തീയതി വരെ 15 ദിവസം കൊണ്ട് നീട്ടുകയാണ്. ഇതൊരു വലിയ കാര്യമായിട്ട് കരുതണമേ. ഇത് സ്വർഗത്തിൻ്റെ തീരുമാനമാണ്. എൻ്റെയോ സന്തോഷ് ബ്രദറിൻ്റെയോ ഷെക്കേനോ ടീമിൻ്റെയോ അല്ല. ഈ എളിയ ദാസരിലൂടെ ഇപ്പോൾ പറയുവാനായിട്ട് വീണ്ടും പ്രചോദനം നൽകുകയാണ്. മക്കളെ, ഇത് സ്വർഗത്തിൻ്റെ തീരുമാനം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ആരാധനയിൽ ക്ലാസ്സിൽ ഒരു തീരുമാനമെടുക്കണമേ. നമ്മുടെ കിരീടം ഇനി നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ കിരീടം ഇനി നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു ചെറിയ പാപത്തിന് പോലും ആ കിരീടം എപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ച് കഴിയുമ്പോൾ നീ ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വൈദികൻ പുഷ്പമുടി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നീ ആ ശവമഞ്ചത്തിൽ നിത്യതയുടെ കിരീടമണിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയം സന്തോഷിക്കും. അവിടെ കിടന്നുകൊണ്ട് നീ പറയും, ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് ഷെക്കേന കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കിയൊരു വേദി, ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, ദൈവം ഒരുക്കിയൊരു വേദിയാണ്. നമുക്കൊത്തിരി പ്രാർത്ഥിക്കണം. ഇത് ഇപ്പോൾ കേബിൾ ടി വിയിലൂടെ യൂട്യൂബിലൂടെയുമാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ ലഭിച്ചുകൊണ്ടിരിക്കുന്ന DTH പ്ലാറ്റ്ഫോം. അതിന് വഴി തുറക്കും, ഉറപ്പാണ്. പക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമേ, എവിടെ ആയാലും പ്രാർത്ഥിക്കണമേ. ഇതൊരു കാലഘട്ടത്തിൻ്റെ ഒരു തുറവിയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള 15 ദിവസവും ഒത്തിരി സന്തോഷത്തോടു കൂടി ഇതിനകത്ത് പങ്കെടുക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ സന്തോഷം നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഇത് തീർച്ചയായിട്ടും ഇതിന് പ്രതിഫലം ഈശോ തരിക തന്നെ ചെയ്യും. നമുക്ക് സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കൈകളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനത്തിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സർവവും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക.
ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും